Okay. So okay. So this is basically good evening. Okay, good evening. So this is basically the third session of budget. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്ന എന്തായിരുന്നു മാനുഫാക്ചറിങ് റിലേറ്റഡ് ആയിട്ടുള്ള സ്കീംസ് ആയിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബാക്കിയുള്ള അഗ്രികൾച്ചർ മറ്റ് ടോപ്പിക്കുകളൊക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് നമുക്ക് എന്താ ചെയ്യാം, അഗ്രികൾച്ചർ റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ നോക്കാം. അഗ്രികൾച്ചറും അതുമായി ബന്ധപ്പെടുന്ന ടോപ്പിക്കുകളാണ് ആദ്യം നോക്കുന്നത് കേട്ടോ. സോ അഗ്രികൾച്ചറിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ആദ്യം ബേസിക്കലി ഭാരത് വിസ്താർ എന്ന് പറയുന്ന സ്കീമാണ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ ദിസ് ഇയർ പ്രിലിംസ്. സോ ഭാരത് വിസ്താർ ആക്ച്വലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ബേസിക്കലി ഒരു വെർച്വൽ ഇന്റഗ്രേറ്റഡ് സിസ്റ്റം ആണ്. സോ ഒരു ആർട്ടിഫിഷ്യൽ ഇന്റലിജന്റ് ആണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. സോ ഭാരത് വിസ്താർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൾട്ടി ലിംഗ്വൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സിസ്റ്റം ആണ് കേട്ടോ. സോ എന്തിനാണ് ഈ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി ഫാമേഴ്സിന്റെ പ്രസന്റ് പ്രോബ്ലം എന്താണ്, അവർക്ക് കൃത്യമായിട്ടുള്ള സർവീസസ് അവർക്ക് കിട്ടുന്നില്ല എന്നുള്ളതാണ്. അതായത് അവർക്ക് ഇപ്പൊ നമ്മൾ ഫാർമേഴ്സിന് ഒരു പ്രോബ്ലം പറയുന്ന സമയത്ത് നമുക്ക് എല്ലാ ഫാർമേഴ്സ്, ഇപ്പൊ കേരളത്തിലെ ഫാർമേഴ്സ് എന്താ നേരിടുന്നത് അങ്ങനെ പറയാൻ പറ്റുന്നുള്ളൂ. പക്ഷെ നമുക്ക് എന്താ വേണ്ട, ഒരു കസ്റ്റമൈസ്ഡ് സൊല്യൂഷൻ വേണം അല്ലെ. അതായത് ഓരോ ഫാർമേഴ്സിന്റെ പ്രോബ്ലംസും ഡിഫറെന്റ് ആയിരിക്കും. ഫോർ എക്സാമ്പിൾ ഓരോ ഫാർമേഴ്സിന്റെയും സോയിൽ ഡിഫറെന്റ് ആയിരിക്കും, ക്ലൈമറ്റ് ഡിഫറെന്റ് ആയിരിക്കും, അവർ നടക്കുന്ന ക്രോപ്പ് ചിലപ്പോൾ ഡിഫറെന്റ് ആയിരിക്കും. ഇപ്പൊ ഞാൻ ചിലപ്പോൾ റെഡ് സോയിൽ, ചിലപ്പോൾ കാഷ്യൂ ആയിരിക്കും, വേറൊരാൾ വേറൊരു ക്രോപ്പ് ആയിരിക്കും. അപ്പം ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഡിഫറെന്റ് സൊല്യൂഷൻസ് വേണം അല്ലെ. അപ്പം അതിന് വേണ്ടിയിട്ടാണ് ബേസിക്കലി എന്ത് ചെയ്യുന്നത്, വിസ്താർ, ഭാരത് വിസ്താർ എന്ന് പറഞ്ഞ സ്കീം കൊണ്ടുവന്നിട്ടുള്ളത്. ഇതിനകത്ത് രണ്ട് കോമ്പോണന്റ് ആണ് ഭാരത് വിസ്താറിനുള്ളത്. ഒന്ന് അഗ്രി സ്റ്റാക്ക്. ഓക്കെ, സോ ഇറ്റ് ഈസ് എ അഗ്രി സ്റ്റാക്ക് കോമ്പോണന്റ്. ഈ അഗ്രി സ്റ്റാക്ക് കോമ്പോണന്റിൽ എന്താ സംഭവിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഗവൺമെന്റിന്റെ കയ്യിലുള്ള ഫാർമേഴ്സിന്റെ ഡാറ്റ, അതായത് ഫോർ എക്സാമ്പിൾ ഫാർമേഴ്സിന്റെ നെയിം എന്താണ്, അവരുടെ സോയിൽ പ്രൊഫൈൽ, സോയിൽ ഹെൽത്ത് കാർഡ് ഉണ്ടാവുമല്ലോ, അപ്പൊ സോയിൽ പ്രൊഫൈല്, അവരുടെ ക്രോപ്പ് എന്താണ്, അവരുടെ ക്ലൈമറ്റ് പാറ്റേൺ എന്താണ്. സോ ദിസ് ഈസ് കംപ്ലീറ്റ്ലി എല്ലാ ക്രോപ്പിന്റെ ഡീറ്റെയിൽസും എല്ലാ ഫാർമേഴ്സിന്റെ ഡീറ്റെയിൽസ് വരുന്നതാണ് അഗ്രി സ്റ്റാക്കിന്റെ ഡാറ്റ. ഇതും ICAR ചേർന്നിട്ട്, ഫോർ എക്സാമ്പിൾ ഇവിടെ ICAR എന്താണ്, ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചർ റിസർച്ച്. സോ അഗ്രി സ്റ്റാക്കും ICAR ചേർന്നിട്ട് എന്ത് ചെയ്യുന്നു, ഒരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ക്രിയേറ്റ് ചെയ്യുന്നു. ദാറ്റ് ഈസ് ബേസിക്കലി ഭാരത് വിസ്താർ. ഈ ഭാരത് വിസ്താറിലോട് കൂടിയിട്ട് ഒരു ഫാർമറിന് കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള സൊല്യൂഷൻസ്, അതായത് ആ ഫാർമേഴ്സിന് എന്താണ് അവരുടെ ഇൻഡിവിജ്വൽ പ്രോബ്ലംസിന് കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള സൊല്യൂഷൻസ് ഐദർ ത്രൂ മൊബൈൽ ആപ്പ് അല്ലെങ്കിൽ നിങ്ങൾക്ക് വെബ്സൈറ്റിലൂടെ എന്ത് ചെയ്യാം, ചോദിക്കാം. ഇനി അതുമല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫോൺ വിളിച്ച് ടോൾ ഫ്രീ നമ്പറായ ഈ നമ്പറിലേക്ക് ഫോൺ വിളിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള AI എന്ത് ചെയ്യും, ആൻസേഴ്സ് കൃത്യമായിട്ട് പറഞ്ഞു തരും. ഇതിന്റെ വേറൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ഇത് മൾട്ടി ലിംഗ്വൽ AI ആണ്. അതായത് ഇംഗ്ലീഷ്, ഹിന്ദി മാത്രമല്ല, നമുക്ക് എന്താണ് റീജിയണൽ ലാംഗ്വേജിലേക്കും ഈ AI എന്ത് ചെയ്യുന്നുണ്ട്, ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മൾട്ടി ലിംഗ്വൽ AI ആയതുകൊണ്ട് തന്നെ ഫാമേഴ്സിന് എന്ത് ചെയ്യാൻ പറ്റും, എല്ലാവർക്കും അവരുടെ പ്രോബ്ലംസിന് സൊല്യൂഷൻസ് കണ്ടെത്താൻ പറ്റുന്നതാണ് ഇതിന്റെ പ്രത്യേകത. ഓക്കെ, സോ അഗ്രി സ്റ്റാക്ക് ഇന്ത്യൻ കൗൺസിൽ അതുപോലെ തന്നെ ഇവരായിട്ട് ചെയ്തിരുന്നു. പിന്നെ ഇതിന്റെ അകത്ത് ബേസിക്കലി എന്താണ്, ഇതിന്റെ ഐഡിയ എന്താണ്, വൺ സൈസ് ഫിറ്റ് ഫോർ ഓൾ അപ്രോച്ച് എന്ത് ചെയ്ത് മാറ്റിയിട്ട് ഇൻഡിവിജ്വൽ ബേസ്ഡ് ആയിട്ടുള്ള സൊല്യൂഷൻസ് അഗ്രികൾച്ചറിലേക്ക് കൊടുക്കുക എന്നുള്ളതാണ്. ഓക്കെ, സോ എക്സാക്ട് പെസ്റ്റ് മാനേജ്മെന്റ്, ഇപ്പൊ നിങ്ങൾ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഏത് ക്രോപ്പിൽ എന്താണ് ഇപ്പൊ അടിക്കേണ്ട പെസ്റ്റിസൈഡ് എന്താണ്, നിങ്ങളുടെ ക്രോപ്പ് പ്രകാരം എന്ത് പെസ്റ്റിസൈഡ് ആണ് അടിക്കേണ്ടത്, അങ്ങനെ വളരെ സ്പെസിഫിക് ആയിട്ട് എന്ത് ചെയ്യുന്നു, നിങ്ങൾക്ക് ഡാറ്റാസ് ഇൻഫർമേഷൻ തരുന്നത് എന്നുള്ളതാണ്. പറഞ്ഞോളൂ. ഓക്കെ, സോ എന്താണ് ഡിഫറെന്റ് ആയിട്ടുള്ള എന്ത് ചെയ്യുന്നു, ബേസിക് ആയിട്ടുള്ള സ്പെസിഫിക് സൊല്യൂഷൻസ് ആയിരുന്നു. അതേപോലെ തന്നെ ദിസ് ഈസ് ഓൾസോ ഗവൺമെന്റ് സ്കീംസ് വെച്ച് ഹൈ വാല്യൂ ക്രോപ്സിന് അതായത് പ്രൊമോട്ട് ചെയ്യാനുള്ള ഗവൺമെന്റ് സ്കീം ഈ ബജറ്റിലുണ്ട്. അതുമായിട്ട് എന്താണ് അലൈൻ ചെയ്തിട്ടാണ് വരുന്നത്. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഓർത്ത് വെക്കുക. എന്താണ് അഗ്രി സ്റ്റാക്ക് എന്താണെന്ന് ഓർത്ത് വെക്കുക. അഗ്രി സ്റ്റാക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ആലോചിക്കേണ്ടത് എന്താണ് അഗ്രി സ്റ്റാക്ക്, അത്രയും തന്നെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉത്തരം കിട്ടും. ബേസിക്കലി എന്താണ്, ഒരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആണ്, മൾട്ടി ലിംഗ്വൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ടു ഗിവ് സൊല്യൂഷൻ ടു ഫാർമേഴ്സ് പ്രോബ്ലം. ഓക്കെ, സോ അത്രയും അറിഞ്ഞു കഴിഞ്ഞാൽ തന്നെ എന്താണ്, നിങ്ങൾക്ക് പ്രിലിംസിന് അത്രയും മതി. പക്ഷെ അത് ആർത്ത് വെക്കുക, ഭാരത് വിസ്താർ. ഓക്കെ, സെക്കൻഡ് ടോപ്പിക് എന്ന് പറഞ്ഞാൽ ഹൈ വാല്യൂ ക്രോപ്സ് ആണ്. ഹൈ വാല്യൂ ക്രോപ്സിൽ ബേസിക്കലി അറ്റ് പ്രസന്റ് ഇന്ത്യൻ അഗ്രികൾച്ചർ സിസ്റ്റത്തിന്റെ പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വാട്ട് വി ആർ ഫോക്കസിങ് ഓൺ ക്വാണ്ടിറ്റി. ഫോർ എക്സാമ്പിൾ ക്വാണ്ടിറ്റി എത്ര പ്രൊഡ്യൂസ് ചെയ്യും, മാക്സിമം ക്വാണ്ടിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നതിലാണ് നമ്മൾ നോക്കുന്നത്. അതിൽ തന്നെ നമ്മൾ കൂടുതൽ ട്രഡീഷണൽ ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് വീറ്റും റൈസും ഒക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ട്രഡീഷണൽ പ്രൊഡക്ഷൻ ക്രോപ്സ് ആണ് അല്ലെ. എന്തുകൊണ്ടായിരിക്കും ആളുകൾ ഫാർമേഴ്സ് ഏറ്റവും കൂടുതൽ എന്ത് ചെയ്യുന്നത്, വീറ്റും റൈസും പ്രൊഡ്യൂസ് ചെയ്യാനുള്ള റീസൺ എന്തായിരിക്കും? വൈ ഫാർമേഴ്സ് ആർ ആക്ച്വലി പ്രൊഡ്യൂസിങ് വീറ്റ് ആൻഡ് റൈസ്? വേറെ എന്തൊക്കെ ക്രോപ്പ് ഉണ്ട്? എന്തുകൊണ്ടായിരിക്കും വീറ്റ് ആൻഡ് റൈസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? വെരി ഗുഡ്, ഗവൺമെന്റ് സപ്പോർട്ട് ഉള്ളത് കൊണ്ട് അല്ലെ. സോ ഗവൺമെന്റ് എന്ത് ചെയ്യുന്നു, ഗവൺമെന്റ് എന്തൊക്കെയാണ്, MSP മാത്രമല്ല, ഗവൺമെന്റ് സപ്പോർട്ടായി MSP പ്ലസ് പ്രൊക്യൂർമെന്റ്, ഗവൺമെന്റ് സപ്പോർട്ടും ചെയ്യുന്നുണ്ട്, MSPയും കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ ആ MSPക്ക് അനുസരിച്ചായിട്ട് ഗവൺമെന്റ് എന്ത് ചെയ്യുന്നുണ്ട്, പ്രൊക്യൂർമെന്റും നടത്തുന്നുണ്ട്. അപ്പം ഫാർമേഴ്സ് ഇന്ത്യയിൽ ഇപ്പോഴത്തെ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ദേ ആർ ആക്ച്വലി ഫോക്കസിങ് ഓൺ ഈ
ക്വാണ്ടിറ്റി ആണ്. ഓക്കെ, അല്ലാതെ അതിന്റെ വാല്യൂ അല്ല. അപ്പൊ ഇതിന്റെ പ്രശ്നം എന്താണ്? 100 കിലോ 1000 കിലോ 1000 ടൺ റൈസ് പ്രൊഡക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. പക്ഷെ ഈ ഒരു സെക്ടറിന്റെ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയിൽ പ്രൊഡക്ടിവിറ്റി എന്താണ്? വളരെ കുറവാണ്. പ്രൊഡക്ടിവിറ്റിന്റെ പ്രശ്നമുണ്ട്. അപ്പൊ ഫാമേഴ്സിന്റെ ഇൻകം ഡബിൾ ചെയ്യാന്ന് പറയുന്നത് ഈ ട്രഡീഷണൽ ക്രോപ്പോട് കൂടി മാത്രം എന്ത് ചെയ്യാൻ പറ്റില്ല, ഫാമേഴ്സിന്റെ ഇൻകം ഡബിൾ ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഗവൺമെന്റ് എന്ത് ചെയ്യാൻ പോവാണ്? ഗവൺമെന്റ് ഈസ് നൗ ഫോക്കസിങ് ഓൺ ഹൈ വാല്യൂ ക്രോപ്പ്, ഓക്കെ, ടു ഇൻക്രീസ് ഇൻ ഫാമേഴ്സ് ഇൻകം. സോ ഹൈ വാല്യൂ ക്രോപ്സിലേക്ക് ഫോക്കസ് ചെയ്യുന്ന സമയത്ത് ഗവൺമെന്റിന്റെ ഗുണം എന്താണ്? ഗവൺമെന്റ് ക്യാൻ ഇൻട്രൊഡ്യൂസ് എന്തൊക്കെ ഗുണങ്ങളുണ്ട്? അറ്റ് പ്രസന്റ് ഈ ഹൈ വാല്യൂ ക്രോപ്സ് നമ്മുടെ പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ലോ വാല്യൂ അഗ്രികൾച്ചർ എക്സ്പോർട്ട് ചെയ്യും, എന്നിട്ട് ഹൈ വാല്യൂ അഗ്രികൾച്ചർ നമ്മൾ എന്ത് ചെയ്യും? ഇമ്പോർട്ട് ചെയ്യും. അതിന്റെ വേറൊരു പ്രോബ്ലം എന്താ വെച്ചാൽ ഫോറക്സ് റിസർവ്, നമ്മുടെ ഫോറക്സ് റിസർവ് അനാവശ്യമായിട്ട് എന്ത് ചെയ്യാണ്? ഈ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് വേസ്റ്റഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ബിക്കോസ് വി ആർ ഓൺലി എക്സ്പോർട്ടിങ് ഹൈ ലോ വാല്യൂ ബട്ട് വി ആർ ഇമ്പോർട്ടിങ് ഹൈ വാല്യൂ ക്രോപ്സ്. അപ്പൊ ഇതിനൊരു സൊല്യൂഷൻ ആയിട്ടാണ് ബേസിക്കലി ഗവൺമെന്റ് എന്ത് ചെയ്യുന്നത്? വാല്യൂ ബേസ്ഡ് ആയ അഗ്രികൾച്ചർ, ഹൈ വാല്യൂ ക്രോപ്പിലേക്ക് എന്ത് ചെയ്യുന്നു? നമ്മുടെ ഇത് സെറിൽസ് പൾസസ് ഒക്കെ മാറ്റിയിട്ട് എന്ത് ചെയ്യുന്നു? ട്രഡീഷണൽ ക്രോപ്സിൽ നിന്ന് പോയിട്ട് ബേസിക്കലി എന്താണ്? ഷിഫ്റ്റ് ഫോക്കസ് ഓൺ ഹൈ മാർജിൻ പ്രോഫിറ്റ് ഉള്ള ക്രോപ്സിലേക്ക് എന്ത് ചെയ്യുന്നു? ഫാമേഴ്സിന് ഇൻകം കൂട്ടാൻ വേണ്ടിയിട്ട്. ഇതിന് ഐഡിയ എന്താണെന്ന് വെച്ചാൽ ഇന്ത്യ കറന്റ് ഫേസസ് എ മാസീവ് ഇമ്പോർട്ട് ബർഡൻ. ദിസ് സെക്ടർ ഇമ്പോർട്ടിംഗ് നിയർലി 100% ആൽമണ്ട്സ് നമ്മൾ എന്താ ചെയ്യുന്നത്? ഇമ്പോർട്ട് ചെയ്യുന്നു. 50% ഓഫ് കാഷ്യൂ ആൻഡ് വാൽനട്ട്സ് എന്ത് ചെയ്യാണ്? നമ്മൾ ഇപ്പം ഇമ്പോർട്ട് ചെയ്യാണ് ചെയ്യുന്നത്. ആൻഡ് വി ഓൾസോ ഹാവ് എ കൊക്കോ ഡെഫിസിറ്റ്. ഓക്കെ, അപ്പൊ ഇതൊക്കെ ശരിക്കും എന്താണ്? ബേസിക്കലി നമ്മൾ കൂടുതൽ ഇമ്പോർട്ട് ചെയ്യുന്നു, ആൽമണ്ട്സ് ആയാലും കൊക്കോ ആയാലും കാഷ്യൂ ആയാലും. പക്ഷെ എന്ത് ചെയ്യുന്നില്ല? ഇതൊക്കെ നമ്മളെ നാട്ടിൽ ഉണ്ടാക്കാൻ പറ്റുന്ന സാധനങ്ങളാണ്. അപ്പൊ നമ്മൾ അത് കൂടുതൽ ചെയ്യുന്നില്ല. അപ്പൊ ഗവൺമെന്റ് വാണ്ടഡ് ഫോക്കസ് ഓൺ ദിസ് തിങ്. ഇവിടെ ഗവൺമെന്റ് എന്തുമായിട്ട് അലൈൻ ചെയ്യുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഭാരത് വിസ്താർ, അതിനകത്ത് എന്താണ്? ഇൻഡിവിജ്വൽ ബേസ്ഡ് ആയിട്ട് ഫാമേഴ്സിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ ഈ പോളിസീസ് എന്ത് ചെയ്യുന്നു? ഡയറക്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇതിന് വേണ്ടിയിട്ട് ഗവൺമെന്റ് കാഷ്യൂവും അതേപോലെ തന്നെ ഇപ്പൊ കൊക്ക പ്രോഗ്രാം, കാഷ്യൂ ആൻഡ് കൊക്ക പ്രോഗ്രാം ഉണ്ട്. ഇറ്റ് ഈസ് എ ഡെഡിക്കേറ്റഡ് പുഷ് മേക്ക് ഇൻ ഇന്ത്യ സെൽഫ് റിലയന്റ് ഇൻ റോ പ്രൊഡക്ഷൻ ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ ഓഫ് ഇന്ത്യ കാഷ്യൂ ആൻഡ് കൊക്ക ആണെന്നുള്ള ബേസിക്കലി. ഓക്കെ, സോ അതേപോലെ 2030 ആകുമ്പോഴേക്ക് കാഷ്യൂനെയും കൊക്കയിലും പ്രീമിയം ഗ്ലോബൽ ബ്രാൻഡ്സ്, ഇന്ത്യയിൽ നിന്ന് വരുന്ന പ്രൊഡ്യൂസ് ചെയ്യുന്ന കാഷ്യൂനും കൊക്കയ്ക്കും, ഇന്ത്യൻ എന്താണ് കാഷ്യൂനും കൊക്കയ്ക്കും ബേസിക്കലി ബൈ 2030 ആകുമ്പോഴേക്ക് ഒരു പ്രീമിയം ബ്രാൻഡ് ഡെവലപ്പ് ചെയ്യാന്നുള്ളതും എന്താണ്? ഗവൺമെന്റിന്റെ ഉദ്ദേശമാണ്. ഓക്കെ, സോ ഇത്രയാണ് ബേസിക്കലി എന്ത് ചെയ്യുന്നത്? ഹൈ വാല്യൂ ക്രോപ്സിന് ഗവൺമെന്റ് ചെയ്യുന്നത്. ഇതിന് വേണ്ടിയിട്ട് ഹൈ വാല്യൂ ക്രോപ്പിന് വേണ്ടി ഗവൺമെന്റ് ഓരോ റീജിയന്, അത് ശ്രദ്ധിക്കണം, ഓരോ റീജിയനിൽ എന്തുണ്ട്? ഓരോ ക്രോപ്സിനെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ കോസ്റ്റൽ ഏരിയയിലേക്ക് ഗവൺമെന്റ് ഫോക്കസ് ചെയ്യാൻ നോക്കുന്നത് കോക്കനട്ട്, സാൻഡൽവുഡ് ആൻഡ് കൊക്ക ആൻഡ് കാഷ്യൂ, ഈ 4 ഹൈ വാല്യൂ ക്രോപ്സ് ആണ്. ഈ പറയുന്ന ക്രോപ്സ് എല്ലാം നിങ്ങൾക്ക് ഈ പ്രിലിംസിന് ഇമ്പോർട്ടന്റും ആണ്. അപ്പൊ ഈ ക്രോപ്സ് ഇൻഡിവിജ്വൽ ആയിട്ട് ഇത് ഏത് ടൈപ്പ് ഓഫ് ട്രീ ആണ്, ഇത് എവിടെ എത്രയാണ് ഇന്ത്യയിലുള്ള പ്രൊഡക്ഷൻസ്, ഏത് ഏരിയയിലാണ് പ്രൊഡക്ഷൻസ് എന്നുള്ളത് കൂടി നിങ്ങൾ നോക്കണം. കാരണം ഇതെന്താണ്? ബജറ്റിൽ പ്രത്യേകം പറഞ്ഞുകൊണ്ട് ഈ ക്രോപ്സ് റിലേറ്റഡ് ആയിട്ട് ഇപ്പൊ കാഷ്യൂ മാത്രമായിട്ട് എന്ത് ചെയ്യാം? നിങ്ങൾക്ക് ചോദ്യം ചോദിക്കാം. സാൻഡൽവുഡ് മാത്രമായിട്ട്, സാൻഡൽവുഡ് എവിടെയാണ് കണ്ടുവരുന്നത്? ഇത് ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റ് ആണ്, റെയിൻ ഫോറസ്റ്റ് ട്രീ ആണ്, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ബേസിക്കലി എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങളോട് ചോദ്യം ചോദിക്കാൻ പറ്റും. അപ്പം ആ രീതിയിൽ എന്ത് ചെയ്യാം? ആ പ്രിപ്പറേഷനോട് നിങ്ങൾ ചെയ്യണം. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാം? നിങ്ങൾക്ക് ഹോംവർക്ക് ആയിട്ട് നിങ്ങൾ ഓരോ ട്രീന്റെയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് എന്താണെന്നുള്ളത് നിങ്ങൾ നോക്കാം. സോ കോസ്റ്റൽ റീജിയനിൽ വാട്ട് വി ആർ ട്രൈങ് ടു ഫോക്കസ് ഓൺ, ഒന്ന് തേങ്ങ, കോക്കനട്ട്, സാൻഡൽവുഡ് ആൻഡ് കൊക്ക, അതേപോലെ തന്നെ കാഷ്യൂ. ഹില്ലി റീജിയനിൽ നമ്മൾ ഫോക്കസ് ചെയ്യാൻ പോകുന്ന ആൽമണ്ട്സ്, വാൽനട്ട്സ്, പൈൻ നട്ട്സ് ആണ്. ഓക്കെ, ആൻഡ് ഈ നോർത്ത് ഈസ്റ്റേൺ റീജിയനിൽ അഗർ ട്രീസ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഏത് ടൈപ്പ് ഓഫ് ട്രീ ആണെന്ന് കണ്ടെത്തുക. അഗർ ട്രീസ് നിങ്ങൾക്ക് അറിയാലോ, ഇറ്റ് ഈസ് ആക്ച്വലി വെരി വാല്യൂബിൾ ട്രീ ഫോർ പെർഫ്യൂം മേക്കിംഗ്. അത് ഇതിനകത്ത് ബേസിക്കലി ഇത് എങ്ങനെയാണ് ഈ പെർഫ്യൂം ഉണ്ടാക്കുക? ഇതിനകത്ത് ആദ്യം ഒരു മുറിവ് ഉണ്ടാക്കുന്നത്. ദിസ് ഇസ് ആക്ച്വലി റെസ്പോണ്ട് ആണ്. അതായത് നോർമലി ഈ ട്രീയിൽ ഇങ്ങനെ ഈ ഒരു സാധനം ഈ പെർഫോമൻസിന് ഈ ഒരു പർട്ടിക്കുലർ റൈസിന് ഉണ്ടാവില്ല. പക്ഷെ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഈ ഇതിന് ചെറിയൊരു മുറി വരുത്തുമ്പോൾ അതിനകത്ത് ഉണ്ടാകുന്ന ഒരു ഫംഗസിൽ നിന്നാണ് ബേസിക്കലി ഇത് വരുന്നത്. അപ്പൊ നമ്മൾ ആർട്ടിഫിഷ്യൽ ആയിട്ട് ഇതിനെ ഇങ്ങനെ മുറിച്ചാണ് ഈ സാധനം ഇതിൽ നിന്ന് എടുക്കുക. ഇറ്റ്സ് വെരി വാല്യുബിൾ ആൻഡ് ഹൈലി യൂസ്ഡ് ഇൻ പെർഫ്യൂംസ്. ആൻഡ് ഇതിന്റെ മണങ്ങളൊക്കെ, അഗർ ട്രീന്റെ മണമൊക്കെ കൂടുതൽ ആളുകൾക്ക് ഇഷ്ടപ്പെടുന്ന പെർഫ്യൂം ബ്രാൻഡുകളിൽ പെട്ടതാണ്. അപ്പൊ ഇതൊക്കെ ആണ് ഇവിടുത്തെ ഫോക്കസ്. അപ്പൊ ഏതൊക്കെ റീജിയനിലാണ് ഫോക്കസ് എന്നുള്ള ഓർത്ത് വെക്കുക. കോസ്റ്റൽ റീജിയനിലാണ് കോക്കനട്ട്, സാൻഡൽവുഡ്, കൊക്ക, കാഷ്യൂ. ഹില്ലി റീജിയനിൽ ആൽമണ്ട്സ്, വാൽനട്ട്സ്, പൈൻ നട്ട്സ്. ആൻഡ് നോർത്ത് ഈസ്റ്റേൺ റീജിയനിൽ എന്താണ്? അഗർ ട്രീസ്. ഓക്കെ, ഇതാണ് ബേസിക്കലി ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത്. ഇനി കോക്കനട്ട് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ബജറ്റ് ഈസ് ഓൾസോ അനൗൺസിങ് കോക്കനട്ട് പ്രൊമോഷൻ സ്കീം. അറ്റ് പ്രസന്റ് ഇന്ത്യ കോക്കനട്ട് ഡെവലപ്മെന്റിൽ എത്രാമത്തെ സ്ഥാനമാണ്? എത്രാമത്തെ സ്ഥാനമായിരിക്കും? Basically, with respect to coconut, we are the largest coconut producer of the world, having 30% of the world coconut share. So, coconut ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന എവിടെയാണ്? വി ആർ ദ ലാർജസ്റ്റ് പ്രൊഡ്യൂസർ. ഇന്ത്യയിലാണ് ഏറ്റവും കൂടുതൽ കോക്കനട്ട് ഉപയോഗിക്കുന്നത്. പക്ഷെ ഇന്ത്യയിലെ കോക്കനട്ടിന് ചെറിയൊരു പ്രോബ്ലം ഉണ്ട്. ഇന്ത്യയിലെ കോക്കനട്ടിന്റെ പ്രോബ്ലം എന്ന് വെച്ചാൽ വി ആർ ഹാവിംഗ് ലോ പ്രൊഡക്ടിവിറ്റി. സെക്കൻഡ് തിങ് ദാറ്റ് ഓൾ ദ കോക്കനട്ട് ട്രീസ്, ഇവിടെയുള്ള കോക്കനട്ട് ട്രീസ് ഒക്കെ എന്താണ്? ബേസിക്കലി ഭയങ്കര ഓൾഡ് ആയിട്ടുള്ള പണ്ട് നിങ്ങളുടെ അപ്പന്മാര് നട്ടുവെച്ച തെങ്ങാണ്.
ഓക്കെ, ഇപ്പോഴും നമ്മൾ എന്ത് ചെയ്തിട്ടില്ല, ആ തെങ്ങ് മാറ്റിയിട്ടില്ല. അപ്പം വളരെ ഓൾഡ് ട്രീസ് ആണ് ബേസിക്കലി നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇപ്പോഴും നമ്മൾ പ്ലാന്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോഴും ഉള്ള പ്ലാന്റേഷൻ ഒക്കെ ഓൾഡ് തെങ്ങാണ്. ഇപ്പൊ ആരും എന്ത് ചെയ്യുന്നില്ല, അങ്ങനെ തെങ്ങ് വെക്കുന്നില്ല. ഓക്കെ, അപ്പൊ പൊതുവെ സ്വാഭാവികമായിട്ട് പഴയ ട്രീ ആണുള്ളത്. അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ലോ പ്രൊഡക്ടിവിറ്റി ആണ്. പക്ഷെ ഹയസ്റ്റ് പ്രൊഡ്യൂസർ ആണെന്നുണ്ടെങ്കിൽ പ്രൊഡക്ടിവിറ്റിയിൽ നമ്മൾ എന്താണ്, ഭയങ്കര ലോ പ്രൊഡക്ടിവിറ്റി ആണ്. സോ ടു ഇംപ്രൂവ് ദ പ്രൊഡക്ടിവിറ്റി ആണ് ഗവൺമെന്റ് ആക്ച്വലി എന്ത് ചെയ്തിട്ടുള്ളത്, കോക്കനട്ട് പ്രൊമോഷൻ സ്കീം കൊണ്ടുവന്നിട്ടുള്ളത്. സോ കോക്കനട്ട് കീ പ്രൊഡ്യൂസിംഗ് സ്റ്റേറ്റ് കേരള, തമിഴ്നാട്, കർണാടക, അതായത് നിങ്ങൾക്ക് ഗസ് ചെയ്യാൻ പറ്റുന്നതാണ്. അത് വെസ്റ്റ് ബംഗാൾ. സോ ഇതൊക്കെ ഗസ് ചെയ്യാൻ പറ്റുന്നത് നിങ്ങൾ ബേസിക്കലി കുഴപ്പമില്ലാന്ന് എനിക്ക് തോന്നുന്നു. അതേപോലെ എന്താണ് നോർത്ത് ഈസ്റ്റേൺ ഇതാണ് ബേസിക് ആയിട്ട് മേജർ ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്റ്റേറ്റ്. ഓക്കെ, അപ്പോൾ ബജറ്റ് എന്ത് ചെയ്തു, ബജറ്റിന്റെ ഐഡിയ എന്ന് പറഞ്ഞാൽ ഇൻക്രീസ് ദ പ്രൊഡക്ഷൻ ആൻഡ് എൻഹാൻസ് പ്രൊഡക്ടിവിറ്റി ത്രൂ ഇന്റർവെൻഷൻ ലൈക്ക് റീപ്ലേസിംഗ് ഓൾഡ് ആൻഡ് അൺപ്രൊഡക്റ്റീവ് ട്രീസ് വിത്ത് ഹൈ yield വെറൈറ്റീസ്. ഓക്കെ, സോ സ്റ്റേറ്റ്മെന്റ് ക്യാൻ കം ലൈക്ക് ദിസ്: we are having coconut promotion scheme to replace to avoid import dependency on coconut എന്ന് പറഞ്ഞാൽ ശരിയാണോ? അങ്ങനെ കോക്കനട്ട് പ്രൊമോഷൻ സ്കീം എന്ന് ആലോചിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഇമ്പോർട്ട് ഡിപ്പെൻഡൻസി എന്ത് ചെയ്യാനാണ്, കുറയ്ക്കാൻ പറ്റും എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ശരിയായിരിക്കും. അല്ല, വി ആർ ദ ലാർജസ്റ്റ് പ്രൊഡ്യൂസർ. നമ്മുടെ ഇഷ്യൂ നമുക്ക് തേങ്ങ ഇല്ലാത്തതല്ല. നമ്മുടെ ഇഷ്യൂ എന്താണ്, നമ്മുടെ തേങ്ങയ്ക്ക് പ്രൊഡക്ടിവിറ്റി ഇല്ല. അപ്പം കുറെ ട്രീയിൽ നിന്നാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, തേങ്ങ വരുന്നത്. അത്രയും ട്രീയിൽ നിന്ന് ഇത്രയും തേങ്ങ വന്നാൽ പോരാ. അതുപോലെ തന്നെ നമ്മൾ തേങ്ങയുടെ സൈസ് ഒക്കെ ഭയങ്കര ചെറുതാണ്. അപ്പൊ സ്വാഭാവികമായിട്ട് ഇപ്പൊ തേങ്ങ മേടിക്കാൻ പോകുന്നവർക്ക് അറിയാം, വലിയ തേങ്ങ കിട്ടാൻ ഭയങ്കര പണിയാണ്. അപ്പൊ ബേസിക്കലി എന്താണ് ഇതിന്റെ ഒരു പ്രോബ്ലം എന്താണ്, നമുക്ക് ഇഷ്യൂ എന്ന് പറഞ്ഞാൽ ഇമ്പോർട്ട് ഡിപ്പെൻഡൻസി അല്ല കോക്കനറ്റില്. ഇപ്പൊ കോക്കനട്ട് പ്രൊമോഷൻ സ്കീം ടു റീപ്ലേസ് ദി ഇമ്പോർട്ട് ഡിപ്പെൻഡൻസി എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. പകരം എന്തിനാണ്, ഇറ്റ് ഈസ് ടു എൻഷുർ ദാറ്റ് ഹയർ പ്രൊഡക്ടിവിറ്റി ആൻഡ് റീപ്ലേസ് ദി പ്രസന്റ് പ്ലാന്റേഷനെ മാറ്റിയിട്ട് എന്താക്കണം, ഹൈ yield വെറൈറ്റി ക്രോപ്സിലേക്ക് എന്ത് ചെയ്യണം, HYV ക്രോപ്പിലേക്ക് മാറ്റുക എന്നുള്ളതാണ് ബേസിക്കലി എന്ത് ചെയ്യുന്നത്, തേങ്ങേന്റെ കാര്യത്തിൽ നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? തേങ്ങ മനസ്സിലായോ? ഓക്കെ, ഇനി നെക്സ്റ്റ് എംപ്ലോയ്മെന്റ് സെക്ടറിലാണ് ബജറ്റിലെ മേജർ സ്കീം വരുന്നത്. എംപ്ലോയ്മെന്റിന്റെ ഏരിയയിലേക്ക് നോക്കുവാണെങ്കിൽ മേജർ ആയിട്ട് നമുക്കറിയാം എന്താണ് മേജർ ചേഞ്ചസ് വന്നിട്ടുള്ള എന്തായിരുന്നു ഇതിനകത്ത്. പിന്നെ ഈ കോക്കനട്ടിന്റെ കാര്യത്തിൽ ഈ ക്യാഷ് ഹൈ yield പ്രൊഡക്റ്റിന്റെ കാര്യത്തിലൊക്കെ നമ്മൾ നോക്കുകയാണെന്നെങ്കിൽ ഇന്ത്യയിൽ ഒരു ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയിലെ മാസീവ് പ്രോസസിങ് യൂണിറ്റ്സ് ഇന്ത്യയിലുണ്ട്. ഫോർ എക്സാമ്പിൾ നമ്മൾ കൊല്ലം എടുത്തു നോക്കുക. കൊല്ലത്ത് കശുവണ്ടി ഫാക്ടറീസ് ഉണ്ട്. പ്രോസസിങ് യൂണിറ്റ് ഭയങ്കര ഹൈ പ്രോസസിങ് യൂണിറ്റ് ആണ്. പക്ഷെ കൊല്ലത്ത് എങ്ങനെയാണ് ശരിക്കും കാഷ്യൂ ചെയ്യുന്നത്, കൊല്ലംകാർക്ക് അറിയാം. ആക്ച്വലി കൊല്ലത്ത് നിന്ന് ഉത്പാദിപ്പിക്കുന്ന കശുവണ്ടി അല്ല ബേസിക്കലി കൊല്ലത്ത് പ്രോസസ് ചെയ്യുന്നത്. വി ആർ ഇമ്പോർട്ടിംഗ് കശുവണ്ടി ഫ്രം എവിടുന്നാണ്, ആഫ്രിക്ക. Then we are processing it. Then we are actually exporting it. So what we are only doing just processing. Just like you import crude oil. പെട്രോൾ നമ്മൾ എന്താ ചെയ്യുന്നത്, ക്രൂഡ് ഓയിൽ ഇമ്പോർട്ട് ചെയ്യും, എന്നിട്ട് റിഫൈൻഡ് ഓയിൽ എന്ത് ചെയ്യും, നമ്മൾ എക്സ്പോർട്ട് ചെയ്യും. അതേപോലെ തന്നെയാണ് കാഷ്യൂല് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ വി ഹാവ് ലാർജർ മാനുഫാക്ചറിങ് അല്ലെങ്കിൽ പ്രോസസിംഗ് യൂണിറ്റ്, പക്ഷെ എന്ത് ചെയ്യുന്നില്ല, ഡൊമസ്റ്റിക് പ്രൊഡക്ഷൻ ഭയങ്കര കുറവാണ്. അപ്പൊ നമ്മൾ ഉദ്ദേശം എന്താണ്, ഈ ഡൊമസ്റ്റിക് പ്രൊഡക്ഷൻ നമ്മൾ കൂട്ടുക എന്നുള്ളതാന്നുള്ള കാര്യം കൂടി ഒന്ന് ഓർത്ത് വെക്കുക കേട്ടോ. എംപ്ലോയ്മെന്റിന്റെ കാര്യത്തിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ദ ഗവൺമെന്റ് ആക്ച്വലി ട്രൈങ് ടു replace the MGNRGA scheme. Okay, MGNRGA scheme with VBG Ramji scheme. എന്താണ് VBG Ramji? വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗർ ആൻഡ് അജീവിക മിഷൻ ഗ്രാമീൺ എന്നുള്ളതാണ്. അപ്പൊ ഈ വർഷം ബജറ്റിന് ബേസിക്കലി എന്താണ് 9,500 crores, മാസീവ് അലോക്കേഷൻ ഓഫ് 9,500 crores, 95,000 crores എന്ത് ചെയ്തിട്ടുണ്ട് ബേസിക്കലി ഈ ഒരു പർട്ടിക്കുലർ പ്രൊജക്ടിന് വേണ്ടിയിട്ട് അലോക്കേറ്റ് ചെയ്യുന്നുണ്ട്. സോ VBG Ramji ഏത് മിനിസ്ട്രീന്റെ അണ്ടറിൽ വരികയാണ്, മിനിസ്ട്രി ഓഫ് റൂറൽ ഡെവലപ്മെന്റ് അണ്ടറിലാണ് ബേസിക്കലി വരിക. സോ VBG Ramji ആക്ട് 2025 എന്ത് ചെയ്തിട്ടുണ്ട്, പാസ് ആയിട്ടുണ്ട്, വിച്ച് ഈസ് ആക്ച്വലി റീപ്ലേസിംഗ് ദി ഓൾഡ് MGNRG ആക്ട് 2005 എന്ത് ചെയ്യുന്നു, റീപ്ലേസ് ചെയ്യുന്നു. എന്തൊക്കെ ചേഞ്ചസ് ആണ് VBG Ramjiന്റെ ഭാഗമായിട്ട് വന്നിട്ടുള്ളത് എന്നുള്ളത് നിങ്ങൾ എന്തായാലും അറിഞ്ഞു വെക്കണം. ഒന്ന്, എംപ്ലോയ്മെന്റ് ഡേറ്റ്സിൽ എന്താണ് ചേഞ്ച് വന്നിട്ടുള്ളത്. പണ്ട് എത്രയായിരുന്നു MGNRG നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതെന്തായിരുന്നു VBG Ramji അല്ലേ. സോ MGNRG നോക്കുകയാണെങ്കിൽ നമ്പർ ഓഫ് ഡേയ്സ് ഓഫ് വർക്കിംഗ് ഡേയ്സ് ആയിരുന്നു 100 ആയിരുന്നു. ഇത് ആക്ച്വലി എത്ര ആയിട്ടുണ്ട്. ദിസ് ഈസ് ഓൾസോ വെരി ഇമ്പോർട്ടന്റ് ഫോർ യുവർ മെയിൻസ് ആസ് വെൽ. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ വരാനുള്ള ചാൻസ് ഉണ്ട്. സോ MGNRG 100 ഡേയ്സ് ഓഫ് വർക്കാണ് ഓഫർ ചെയ്യുന്നതെങ്കിൽ VBG Ramji എത്രയാണ്, 125 ഡേയ്സ് ആണ് ഓഫർ ചെയ്യുന്നത്. ഓക്കെ, ഇനി കോസ്റ്റ് എങ്ങനെയായിരുന്നു, പണ്ട് എങ്ങനെയായിരുന്നു കോസ്റ്റ് അലൊക്കേഷൻ, എങ്ങനെയായിരുന്നു കോസ്റ്റ് എങ്ങനെയായിരുന്നു പണ്ട് എടുത്തിരുന്നത്? കോസ്റ്റ് MGNRGയിൽ എങ്ങനെയായിരുന്നു കോസ്റ്റ് ഷെയറിംഗ്?
ഓക്കെ, കോസ്റ്റ് ഷെയറിംഗ് എങ്ങനെയായിരുന്നു? ബേസിക്കലി പണ്ട് MGNRGയിലെ 100% ലേബർ കോസ്റ്റ്, ഓക്കെ, ലേബർ കോസ്റ്റ് വാസ് സെൻട്രൽ ഗവൺമെന്റ്. സോ സെൻട്രൽ സെക്ടർ സ്കീം ആയിരുന്നു. ബേസിക്കലി 100% എന്തായിരുന്നു? ബേസിക്കലി ലേബർ കോസ്റ്റ്. ശ്രദ്ധിക്കണം, MGNRGയിൽ കംപ്ലീറ്റ് എന്തല്ല സെൻട്രൽ ഗവൺമെന്റ് അല്ല. ലേബർ കോസ്റ്റ് എന്താണ്? ബേസിക്കലി 100% സെൻട്രൽ ഗവൺമെന്റും അതിന്റെ എക്യുപ്മെന്റ്സ് മേടിക്കാനുള്ള പൈസ, അതായത് ഈ ഇതിന് തൂമ്പ വേണം അല്ലെ, കിളയ്ക്കാനൊക്കെ സാധനങ്ങളൊക്കെ വേണ്ടേ, അങ്ങനെയുള്ള എക്യുപ്മെന്റ്സ് വേണ്ടേ, എക്യുപ്മെന്റിന്റെ പൈസ 70:30, അതായത് 70% ആരും എടുക്കണം? സ്റ്റേറ്റ് ഗവൺമെന്റ്, സോറി സെൻട്രൽ ഗവൺമെന്റും 30% സ്റ്റേറ്റ് ഗവൺമെന്റും കൊടുക്കാം എന്നുള്ളതായിരുന്നു. ഇപ്പൊ അതെന്താക്കി മാറ്റി? കംപ്ലീറ്റ് എന്താക്കി? ഒരു ഷെയർഡ് ബിറ്റ്വീൻ സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് എന്ന രീതിയിലാക്കി. ഓക്കെ, സോ സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ആണ് ഇപ്പൊ ഷെയർ ചെയ്യുന്നത്. ഇപ്പൊ എങ്ങനെയാണ് ബേസിക്കലി ഫണ്ടിങ് അലോക്കേഷൻ വരുന്നത്? എങ്ങനെയാണ്? ഇപ്പൊ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 60:40 അലോക്കേഷൻ ആണ് എല്ലാ കാര്യത്തിലും. ഓക്കെ, ഹില്ലി സ്റ്റേറ്റ് ആണെങ്കിൽ 90:, ഹില്ലി ആൻഡ് നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സിലൊക്കെ 90:10. സോ പണ്ട് എന്താണ്? ദിസ് ഈസ് ആക്ച്വലി എന്താണ് ഫെഡറൽ സ്ട്രക്ചറിൽ എന്ത് ചെയ്യുന്നു? ഈ സ്കീമിൽ മാറ്റങ്ങൾ വരുന്നു. അപ്പൊ എന്താണ്? സെൻട്രലി സ്പോൺസേഡ് സ്കീം ആണ്. 100% എന്തല്ല? സ്റ്റേറ്റ് ഗവൺമെന്റ് അല്ല, 100% സെൻട്രൽ ഗവൺമെന്റ് അല്ല. ഇപ്പൊ ലേബർ കോസ്റ്റും ഇപ്പൊ എല്ലാ കോസ്റ്റും എന്താണ്? 60% സെൻട്രൽ ഗവൺമെന്റും 40% എന്താണ്? സ്റ്റേറ്റ് ഗവൺമെന്റും. അത് മറന്നു പോകരുത്. പണ്ട് എന്തായിരുന്നു? 100% ലേബർ കോസ്റ്റ് സെൻട്രൽ ആയിരുന്നു, പക്ഷേ എക്യുപ്മെന്റിൽ എന്തായിരുന്നു? 70:30 ആയിരുന്നു. ഇനി മറ്റൊരു ചേഞ്ച് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പണ്ട് ഡിമാൻഡ് ഡ്രിവൺ ആയിരുന്നു. ഓക്കെ, പണ്ട് MGNRG എന്ന് പറയുന്നത് ഡിമാൻഡ് ഡ്രിവൺ ആയിരുന്നു. അതായത് നിങ്ങൾ ജോബിന് ഡിമാൻഡ് ചെയ്യുമ്പോൾ ബേസിക്കലി അതിനനുസരിച്ച് ജോബ് ക്രിയേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. ഡിമാൻഡ് ഡ്രിവൺ ആണ്. ഓക്കെ, പക്ഷെ ഇപ്പം BBG റാംജി എന്ന് പറയുന്നത് സപ്ലൈ ഡ്രിവൺ ആണ്. ദാറ്റ് മീൻസ് ജോബ് എത്രയാന്നുള്ളത് ആദ്യം ഫിക്സ് ചെയ്തിട്ടുണ്ട്, 125 days. ഇതിൽ കൂടുതൽ എന്ത് ചെയ്യുന്നില്ല? ജോബ്സ് ഈ സെൻട്രൽ ഗവൺമെന്റ് അലോക്കേറ്റ് ചെയ്യുന്നില്ല. ഓക്കെ, അതായത് ജോബ്സ് എന്താണ്? സപ്ലൈ ഡ്രിവൺ ആണ്. ആദ്യം തന്നെ ജോബ് അലോക്കേറ്റ് ചെയ്യുന്നു, അതിനനുസരിച്ചാണ് ജോബ്സ്. മറ്റേതെന്തായിരുന്നു? ഡിമാൻഡ് ജനറേറ്റ് ആണ്. ജോബിന് ഡിമാൻഡ് വരുന്നു, അതിനനുസരിച്ചാണ് ജോബ് അലോക്കേറ്റ് ചെയ്യുന്നത്. ഇവിടെ ജോബ് അലോക്കേറ്റ് ചെയ്തതിനു ശേഷമാണ് ജോബ് എന്ത് ചെയ്യുന്നത്? ജോബ് ഐഡന്റിഫൈ ചെയ്തതിനു ശേഷമാണ് ജോബ് കൊടുക്കുന്നത്. അപ്പം സപ്ലൈ ഡ്രിവൺ ആണ് ബേസിക്കലി വരുന്നത്. ഇനി ഇതിന് എന്തുകൊണ്ടാണ് ഗവൺമെന്റിന്റെ റാഷണാലിറ്റി എന്താണ്? ഗവൺമെന്റ് എന്തുകൊണ്ടാണ് ഇങ്ങോട്ട് മാറാൻ കാരണം? ഗവൺമെന്റ് പറയുന്നത് ദർ ആർ ലോട്ട് ഓഫ് ഗോസ്റ്റ് ബെനിഫിഷ്യറീസ്. ബേസിക്കലി ഇതൊരു സെൻട്രൽ സെക്ടർ സ്റ്റേറ്റ് ഗവൺമെന്റിന് നഷ്ടമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഈ സ്റ്റേറ്റ് ഗവൺമെന്റ് ആസ് നോട്ട് ടേക്കിംഗ് എനി ഇനിഷ്യേറ്റീവ് ടു റെഡ്യൂസ് ദി ഗോസ്റ്റ് ബെനിഫിഷ്യറീസ്. ഒരുപാട് പണിയെടുക്കാത്ത ആളുകൾ ഇതിനകത്ത് പൈസ മേടിക്കുന്നുണ്ട്. ഇപ്പം സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ പൈസ കൂടി ഇതിനകത്ത് പോകുന്നതുകൊണ്ട് ഓൾ ദ സ്റ്റേറ്റ് ഗവൺമെന്റ് നൗ വിൽ ബി ഹാവിംഗ് എ സ്കിൻ ഇൻ ദ ഗെയിം. സോ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും? അവരും എന്ത് ചെയ്യും? കുറച്ചുകൂടി ഗോസ്റ്റ് ബെനിഫിഷ്യറീസിനെ ഒഴിവാക്കാനും എഫിഷ്യന്റ് ആയിട്ട് എന്ത് ചെയ്യാൻ നോക്കും? വർക്ക് നടത്താൻ പറ്റും എന്നുള്ളതാണ് നോക്കുന്നത്. പിന്നെ പണ്ട് എന്തായിരുന്നു വെച്ച് കഴിഞ്ഞാൽ ഒരു ടോപ്പ് ഡൗൺ അപ്രോച്ച് ആയിരുന്നു വർക്ക് ഐഡന്റിഫൈ ചെയ്യുന്നത്. വർക്ക് എന്താണ്? മേലയിൽ നിന്ന് വർക്ക് പറഞ്ഞു കൊടുത്ത്, അതായത് ടോപ്പ് ഡൗൺ അപ്രോച്ച് ആണ്. ഇപ്പൊ എന്താണ്? ബോട്ടം അപ്പ് അപ്രോച്ച് ആണ്. വില്ലേജ് ലെവലിലും ഗ്രാമസഭ ലെവലിലും ആണ് എന്ത് ചെയ്യുന്നത്? വർക്ക് ചെയ്യേണ്ട പ്ലാൻസ് ക്രിയേറ്റ് ചെയ്യുന്നത്. അതിനുശേഷമാണ് എന്ത് ചെയ്യുന്നത്? വർക്ക് ഉണ്ടാക്കുന്നത്. ഓക്കെ, അതേപോലെ പ്രസന്റ് പ്രൊജക്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഇറ്റ് ഈസ് ആക്ച്വലി ഫോക്കസിങ് ഓൺ അസറ്റ് ക്രിയേഷൻസിലാണ്. അസറ്റ് ക്രിയേഷനിൽ ഫോക്കസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ഫണ്ടിന്റെ കാര്യത്തിൽ നമ്മൾ പറഞ്ഞു എന്താണ്? ബേസിക്കലി 125 days ആയിട്ട് ഇൻക്രീസ് ചെയ്തു. അതേപോലെ തന്നെ എന്താണ്? ഓൾഡ് സ്കീമിൽ 100% സെൻട്രൽ ആണ്. ഇപ്പൊ എന്താണ്? 60:40 ആണ് വരുന്നത്. ഇനി ബേസിക്കലി എന്താണ്? 95,000 crores ആണ് എന്ത് ചെയ്യുന്നത്? ഈ പ്രാവശ്യം BBG റാംജിക്ക് അലോക്കേറ്റ് ചെയ്തത്. അതേപോലെ തന്നെ റൂറൽ ജോബ്സ് അലോക്കേഷൻസ്, ടോട്ടൽ റൂറൽ ജോബ് അലോക്കേഷൻ നോക്കുകയാണെങ്കിൽ 126,000 ജോബ്സ് ക്രോർസ് എന്ത് ചെയ്തിട്ടുണ്ട്? ജോബ്സ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഇപ്പൊ എന്തായി മാറ്റി? സപ്ലൈ ഡ്രിവൺ ഡീസെൻട്രലൈസ്ഡ് ആയി. ബേസിക്കലി എന്താണ്? ഡിമാൻഡ് ഡ്രിവൺ മോഡലിൽ നിന്ന് എങ്ങോട്ട് മാറ്റി? സപ്ലൈ സൈഡ് ആക്കി. വർക്ക് ആദ്യം ഐഡന്റിഫൈ. സോ വർക്ക് ഈസ് ഐഡന്റിഫൈഡ് ത്രൂ വില്ലേജ് ലെവൽ പ്ലാൻസ് ഡിസൈഡഡ് ബൈ ഗ്രാമസഭാസ് ആൻഡ് പഞ്ചായത്ത്. അത് മറന്നു വരുന്നത്. വർക്കാരാണ് ഐഡന്റിഫൈ ചെയ്യുന്നത്. ത്രൂ വില്ലേജ് ലെവൽ പ്ലാൻസ് ക്രിയേറ്റ് ചെയ്തിട്ട് ഗ്രാമസഭയാണ് എവിടെയൊക്കെ പണിയെടുക്കണം, എന്തൊക്കെ പണികൾ നടത്തണം എന്നുള്ളത് തീരുമാനിക്കുന്നത്. അതിനനുസരിച്ചാണ് എന്ത് ചെയ്യുക? വർക്ക് പിന്നീട് അലോക്കേറ്റ് ചെയ്യുക. ഓക്കെ, ആൻഡ് ഇനി എന്തെങ്കിലും രീതിയിൽ ഇമ്പോർട്ടന്റ് ക്യാച്ച് പോയിന്റ് ആണ്. ഇപ്പൊ സമ്മാവും എന്തെങ്കിലും ഒരു റൂറൽ ഡിസ്ട്രസ് വന്നു, അതിനനുസരിച്ച് ഡിമാൻഡ് ആയത് റൂറലിൽ ഭയങ്കര ക്രൈസിസ് വന്നതിന്റെ ഭാഗമായിട്ട് 125 days കൂടുതൽ ജോബ്സ് ഡിമാൻഡ് വന്നു. ആളുകൾക്ക് ജോബ് കൊടുക്കേണ്ട വന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിന്റെ ഫണ്ട് ആര് കൊടുക്കണം? സെൻട്രൽ ഗവൺമെന്റ് ഒന്നും തരില്ല. അഡീഷണൽ ആയിട്ട് പിന്നെ എന്ത് ചെലവ് വന്നു കഴിഞ്ഞാലും. ഓക്കെ, ഫോർ എക്സാമ്പിൾ പണ്ടത്തെ കാര്യത്തിൽ ഡിമാൻഡ് ഡ്രിവൺ ആയതുകൊണ്ട് ഇപ്പൊ റൂറൽ ഡിസ്ട്രസ് വരുമ്പോൾ MGNRGയിൽ എന്ത് ചെയ്യും? കൂടുതൽ എംപ്ലോയ്മെന്റ് ചില സമയത്ത് ക്രിയേറ്റ് ചെയ്യാറുണ്ട്. ഫോർ എക്സാമ്പിൾ 100 മിനിമം വർക്കിംഗ് ഡേയ്സ് ആണ്. അതുകൊണ്ട് എന്താ? ചിലപ്പോൾ 150 days ഒക്കെ അലോക്കേറ്റ് ചെയ്യുന്ന സ്റ്റേറ്റുകളുണ്ട്. അപ്പൊ റൂറൽ ഡിസ്ട്രസ് വരുന്ന സമയത്ത് കൂടുതൽ വർക്ക് അലോക്കേറ്റ് ചെയ്യാൻ പറ്റുമായിരുന്നു. അപ്പൊ അതിന്റെ ഫണ്ടും സെൻട്രൽ ഗവൺമെന്റ് കൊടുക്കും. പക്ഷേ ഇപ്പോൾ ഉള്ള പ്രശ്നം എന്താന്ന് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ 125 days ഫിക്സ്ഡ് ആണ്. സെൻട്രൽ ഗവൺമെന്റ് അത്രേ കൊടുക്കുള്ളൂ. പക്ഷെ ഒരു റൂറൽ ഡിസ്ട്രസ് വന്നു കഴിഞ്ഞാൽ സെൻട്രൽ ഗവൺമെന്റ്, ദീസ് ആർ വെരി ഇമ്പോർട്ടന്റ് ഫോർ മെയിൻസ് ആസ്പെക്ട്, ബട്ട് ഐ എം ജസ്റ്റ് even though I am discussing it, I am just passing through mention ചെയ്യുന്നുള്ളൂ. എന്താണ് ബേസിക്കലി അതിൽ കൂടുതൽ ഒരു വർക്ക് വന്നു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ റെസ്പോൺസിബിലിറ്റി ഓഫ് ദ സ്റ്റേറ്റ് ഗവൺമെന്റ് ടു ഫണ്ട് ഇറ്റ്. ഓക്കെ, എന്ത് ചെയ്യില്ല?
സെൻട്രൽ ഗവൺമെന്റ് എന്ത് ചെയ്യില്ല, ഫണ്ടൊന്നും കൊടുക്കില്ല എന്നുള്ളതാണ്. ഓക്കെ, സോ അതൊരു ഇമ്പോർട്ടന്റ് കാര്യമാണ്. ഇനി അസറ്റ് ക്രിയേഷൻ ക്രിയേറ്റ് ചെയ്യുന്നത് 4 വെർട്ടിക്കൽസിലായിട്ടാണ്. മേജർ വെർട്ടിക്കൽസ് എന്ന് പറയുന്നത് വാട്ടർ സെക്യൂരിറ്റി, റൂറൽ കോർ ഇൻഫ്രാസ്ട്രക്ചർ, ലിവ്ലിഹുഡ് ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ക്ലൈമറ്റ് റെസിലിയന്റ്. ഈ ഏരിയയിലായിരിക്കും കൂടുതലായിട്ട് എന്ത് ചെയ്യുക, അസറ്റ്സ് ക്രിയേറ്റ് ചെയ്യുക. ആൻഡ് അനദർ ഇമ്പോർട്ടന്റ് ആസ്പെക്ട് എന്ന് പറഞ്ഞാൽ ദർ ഈസ് എ ഹാർവെസ്റ്റ് പോസ്റ്റ് പീരീഡ്. എന്താണ് ഹാർവെസ്റ്റ് പോസ്റ്റ് പീരീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 60 days സസ്പെൻഷൻ ഓഫ് EBG റാംജി ഉണ്ട്. എല്ലാ വർഷവും ഒരു 60 ദിവസം എന്ത് ചെയ്യും, വർക്ക് ഡിമാൻഡ് ചെയ്യാൻ പറ്റില്ല. ബേസിക്കലി എന്താണ്, അത് എന്തിനു വേണ്ടിയിട്ടാണ്, ഡ്യൂറിംഗ് ദി സോയിങ് ഓർ ഹാർവെസ്റ്റ് സീസൺ ടു പ്രിവെന്റ് ദി ലേബർ ഷോർട്ടേജ്. അതിന്റെ ഭാഗമായിട്ട് എന്ത് ചെയ്യില്ല, ഹാർവെസ്റ്റ് സീസണിലൂടെ വർക്ക് കൊടുത്തു കഴിഞ്ഞാൽ അഗ്രികൾച്ചർ വർക്കിന് ആളെ കിട്ടില്ല. എല്ലാവരും എന്ത് ചെയ്യും, ഈസി ആയിട്ട് ഇവിടെ ബേസിക്കലി നിങ്ങൾക്ക് അറിയാം, പഞ്ചായത്ത് പണിക്ക് പോകാന്ന് പറയുമ്പോൾ കുറച്ചുകൂടി ഈസിയാണ്. വലിയ പണിയെടുക്കണ്ട, കുറച്ച് നേരം പണിയെടുത്ത് അതിലേക്ക് തിരിഞ്ഞു കളിച്ച് കഴിഞ്ഞാൽ പൈസ കിട്ടുകയും ചെയ്യും. അപ്പൊ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും, ആ സമയത്ത് അഗ്രികൾച്ചർ വർക്കിന്റെ സമയത്ത് തന്നെ ഇവർക്ക് പഞ്ചായത്ത് പണി കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഈ പറഞ്ഞ EBG റാംജി കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി കൂടുതൽ ഡിമാൻഡ് ആർക്കായിരിക്കും, എല്ലാവരും EBG റാംജിക്കേ പോവുള്ളൂ. അപ്പം അത് എവിടെ ഷോർട്ടേജ് വരും, അഗ്രികൾച്ചറിൽ ഷോർട്ടേജ് വരും. അങ്ങനെ ഷോർട്ടേജ് വന്നാൽ കോസ്റ്റ് ഓഫ് ലേബർ ഇൻ അഗ്രികൾച്ചർ കൂടും, ഫുഡ് ഇൻഫ്ലേഷൻ കൂടും. സോ അങ്ങനെ ഒരു സിറ്റുവേഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഗവൺമെന്റ് ഇൻട്രൊഡ്യൂസ്ഡ് 60 days ഹാർവെസ്റ്റ് ലോ എന്താണ്, പോസ്റ്റ് പീരീഡും EBG റാംജിയിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഉണ്ട്. അപ്പം ലേബർ സപ്ലൈയിൽ എന്ത് ചെയ്യില്ല, ഇമ്പാക്ട് ചെയ്യില്ല. അതേപോലെ തന്നെ ഗവൺമെന്റ് എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാല്, ഈ പേയ്മെന്റ് ഡിജിറ്റലൈസേഷൻ പേയ്മെന്റ് ആയതുകൊണ്ട് വർക്ക് കഴിഞ്ഞ് വിത്തിൻ 15 days തന്നെ എന്ത് ചെയ്യും, വർക്കിന്റെ സാലറി, വർക്ക് ചെയ്തതിന്റെ സാലറി, വൺസ് വർക്ക് ഈസ് കംപ്ലീറ്റഡ് വിത്തിൻ 15, പണ്ട് കുറച്ച് ഡിലേ ഉണ്ടായിരുന്നു പല സ്റ്റേറ്റുകളിലും. വർക്ക് MG NRGയിലും പണി കഴിഞ്ഞാൽ സാലറി കിട്ടാൻ താമസിക്കും. പക്ഷേ ഇവിടെ EBG റാംജിയിൽ വൺസ് ദ വർക്ക് ഈസ് കംപ്ലീറ്റഡ്, അലോക്കേറ്റഡ് വർക്ക് എന്താണോ ആ വർക്ക് കംപ്ലീറ്റഡ് ആയിട്ട് വിത്തിൻ 15 days ബിക്കോസ് ഓഫ് ടെക്നോളജിക്കൽ ഇൻട്രൊഡക്ഷൻ എന്ത് ചെയ്യും, ഫാസ്റ്റർ പേയ്മെന്റ് ട്രാൻസ്ഫർ ആണ് എന്ത് ചെയ്യുന്നത്, ഗവൺമെന്റ് ഓഫർ ചെയ്യുന്നത്. ഓക്കെ, സോ അതേപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അൺഎക്സ്പെക്ടഡ് വർക്ക് വരികയാണ്, അത് വർക്കിന്റെ ഡിമാൻഡ് കൂടുകയാണെന്നുണ്ടെങ്കിൽ ഇതെല്ലാം ആരെടുത്തോണം, സ്റ്റേറ്റ് ഗവൺമെന്റ് ആ പരിപാടികൾ ചെയ്തോണം. ഓക്കെ, ഗവൺമെന്റ് കൊടുക്കില്ല. ആൻഡ് ദിസ് ഈസ് ഓൾസോ ലിങ്ക്ഡ് വിത്ത് ഇൻഫ്രാസ്ട്രക്ചർ സ്റ്റാക്ക്. അതുപോലെ തന്നെ PM ഗതിശക്തി, ദാറ്റ് ഈസ് അഗൈൻ എന്താണ് PM ഗതിശക്തി, പഴയ ടോപ്പിക്കാണ്. എന്താണെന്ന് നിങ്ങൾക്ക് അറിയാലോ, ഇറ്റ് ഈസ് എ ഓൺലൈൻ ഇന്റർഫേസ് ആണ്. ഇറ്റ്സ് എ വെബ്സൈറ്റ് ഇൻ വിച്ച് യു ക്യാൻ സീ ലൈക്ക് എ ഗൂഗിൾ മാപ്പ്, എല്ലാം കണക്റ്റഡ് ആയിട്ട് ഇരിക്കുന്ന പോലെ കാണാൻ പറ്റും. അതേപോലെ തന്നെ ഇതിന്റെ EBG റാംജിയിലേക്ക് വരുമ്പം ഇതിനകത്ത് കൊടുക്കുന്ന എക്സ്പെൻഡിച്ചറിന്റെ 9% വരെ അത് അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻഡിച്ചറിന് വേണ്ടി ഉപയോഗിക്കാം. അതായത് ഇത് നോക്കി നടത്താൻ വേണ്ടി ആളുകളൊക്കെ ഹയർ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഉപയോഗിക്കാം. പണിക്ക് തന്നെ ഉപയോഗിക്കണമെന്നില്ല, 9% വരെ കേട്ടോ. അതാണ് ക്യാപ്പ്. ക്ലിയർ ആണോ? EBG റാംജി ക്ലിയർ ആണോ? Any doubts? Okay, no doubts. Next scheme is with respect to employment, that is Pradhan Mantri Viksit Bharat Rozgar Yojana. Okay, so very important schemes. This is not actually a new scheme. This is actually old, ഒരു പഴയ 2024 സ്കീമിന്റെ പേര് മാറ്റി പുതിയതായിട്ട് അവതരിപ്പിച്ചേ ഉള്ളൂ. So it is a renamed and continued version of employment generation scheme announced in 2024-25 ബഡ്ജറ്റ്. ഇത് ഈ വർഷത്തെ ഇൻഡിപെൻഡൻസ് ഡേക്ക് എന്താണ് മച്ചാൻ പ്രൈം മിനിസ്റ്റർ എന്താണ് ബേസിക്കലി അവതരിപ്പിച്ചിട്ടുള്ള, കഴിഞ്ഞ ഇൻഡിപെൻഡൻസ് ഡേക്ക് എന്താണ് അവതരിപ്പിച്ചിട്ടുള്ള പ്രോഗ്രാമാണ് ഇങ്ങനെ ഒരു പ്രോഗ്രാം. പക്ഷെ ആക്ച്വലി ഇറ്റ് ഈസ് ജസ്റ്റ് എ റീനെയിമിംഗ് ഓഫ് ദി ഓൾഡ് പ്രോഗ്രാം. സോ ഫോമിംഗ് എ പാർട്ട് ഓഫ് PS സ്പീച്ച് പാക്കേജ് ഓഫ് 41 million യൂത്തിന് എന്ത് ചെയ്തു, 5 years കൊണ്ട് ജോലി കൊടുക്കുന്നതാണ് പറയുന്നത്. ഇനി പ്രധാനമന്ത്രി വികസിത് ഭാരത് റോസ്കർ യോജന എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു എംപ്ലോയ്മെന്റ് ലിങ്ക്ഡ് ഇൻസെന്റീവ് സ്കീമാണ്. എംപ്ലോയ്മെന്റ് ലിങ്ക്ഡ് ഇൻസെന്റീവ് സ്കീമാണ്. നമ്മൾ പറഞ്ഞു ബജറ്റിന്റെ വൺ ഓഫ് ദ കീ ആസ്പെക്ട് എന്താണ്, യുവശക്തി. അപ്പൊ യൂത്തിന് എംപവർ ചെയ്യുക, യൂത്തിന് എന്ത് ചെയ്യുക, കൂടുതൽ എംപ്ലോയ്മെന്റ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ബേസിക്കലി ഈ ഒരു സ്കീമിന്റെ ഉദ്ദേശം. ഓക്കെ, അപ്പം അതുകൊണ്ട് തന്നെ ഇതെന്താണ്, ഒരു എംപ്ലോയ്മെന്റ് ഇൻസെന്റീവ് സ്കീമാണ്. ക്യാഷ് ഇൻസെന്റീവ് ആണ് ഇവിടെ എന്ത് ചെയ്യുന്നത്, നമ്മളിവിടെ കൊടുക്കുന്നത്. അപ്പം ബേസിക്കലി എങ്ങനെയാണ് ഇതിന്റെ ക്യാഷ് ഇൻസെന്റീവ്സ് കൊടുക്കുക എന്ന് വെച്ച് കഴിഞ്ഞാല്, ഒരു ക്യാഷ് ഇൻസെന്റീവ് സ്കീമാന്ന് ഞാൻ പറഞ്ഞു. ക്യാഷ് ഇൻസെന്റീവ് സ്കീം ആയതുകൊണ്ട് തന്നെ ഇതിനെന്താണ്, എംപ്ലോയ്മെന്റ് ലിങ്ക്ഡ് ആണ്. അതായത് പുതിയതായിട്ട് എംപ്ലോയ്മെന്റ് ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ എംപ്ലോയിക്കും എംപ്ലോയർക്കും ഇവിടെ എന്ത് ചെയ്യും, ക്യാഷ് ഇൻസെന്റീവ്സ് കൊടുക്കും. ഫോർ എക്സാമ്പിൾ, ഒരു പുതിയ ജോബ് ക്രിയേറ്റ് ചെയ്തു എന്ന് വെച്ചേക്കാം, ഒരാളെ പുതിയ ജോബിന് ഹയർ ചെയ്തു എന്ന് വിചാരിക്കാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ എംപ്ലോയി ഉണ്ട്, എംപ്ലോയറും ഉണ്ട് അല്ലെ. ഓക്കെ, സോ എംപ്ലോയിക്ക് എന്ത് ചെയ്യും, 15,000 രൂപ കൊടുക്കും. ആദ്യത്തെ വർഷം ഗവൺമെന്റ് എന്ത് ചെയ്യും, 15,000 രൂപ കൊടുക്കും. പക്ഷെ അത് എങ്ങനെയായിരിക്കും കൊടുക്കുക, 2 ഇൻസ്റ്റാൾമെന്റ് ആയിട്ടാണ് കൊടുക്കുക. ആദ്യത്തെ ഇൻസ്റ്റാൾമെന്റ് വൺസ് ദി എംപ്ലോയി എന്ത് ചെയ്യുന്നു, ജോലി എടുത്ത് എന്താവണം 6 മാസം കംപ്ലീറ്റ് ആകുമ്പോൾ ബേസിക്കലി എന്ത് ചെയ്യുന്നു, ഫസ്റ്റ് ഇൻസ്റ്റാൾമെന്റ് കൊടുക്കുന്നു. രണ്ടാമത്തെ ഇൻസ്റ്റാൾമെന്റ് കൊടുക്കണം എന്നുണ്ടെങ്കിൽ ബേസിക്കലി എന്ത് ചെയ്യണം, അതായത് ഇയാൾ ഫിനാൻഷ്യലി എങ്ങനെയാണ് ഇയാൾ ഫിനാൻഷ്യലി മാനേജ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഡിജിറ്റൽ ലിറ്ററസി പ്രോഗ്രാം, ഡിജിറ്റൽ ഫിനാൻഷ്യൽ ലിറ്ററസി ഉണ്ടല്ലോ, അത് അറ്റൻഡ് ചെയ്യണം. സോ ഡിജിറ്റൽ ഫിനാൻഷ്യൽ ലിറ്ററസി പ്രോഗ്രാം അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ രണ്ടാമത്തെ എന്ത് ചെയ്യും, രണ്ടാമത്തെ ഇൻസ്റ്റാൾമെന്റ് ഗവൺമെന്റ് കൊടുക്കും. ഓക്കെ, സോ
ഇങ്ങനെയാണ് ബേസിക്കലി എന്ത് ജോബ്, പുതിയ ജോബ് ക്രിയേറ്റ് ചെയ്യുന്നത്. എങ്ങനെയാണ് ഗവൺമെന്റ് പുതിയ ജോബ് ക്രിയേറ്റ് ചെയ്യുന്ന അറിയുന്നത്? ബേസിക്കലി ഇതിനകത്ത് എന്ത് ചെയ്യണം? PF കോൺട്രിബ്യൂട്ട് ചെയ്യണം, അല്ലെ? പ്രൊവിഡന്റ് ഫണ്ട് കോൺട്രിബ്യൂഷൻ EPFOയിലേക്ക് ചെയ്യണം. സോ പ്രൊവിഡന്റ് ഫണ്ട് കോൺട്രിബ്യൂഷൻ ഫ്രം എംപ്ലോയി സൈഡും ഉണ്ടാവും, എംപ്ലോയർ സൈഡും ഉണ്ടാവും. അപ്പം 6 മാസം പുതിയ ജോബ് ക്രിയേറ്റ് ചെയ്തിട്ട് 6 മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഫസ്റ്റ് ഇൻസ്റ്റാൾമെന്റ് എംപ്ലോയിക്ക് കിട്ടും. രണ്ടാമത്തെ ഇൻസ്റ്റാൾമെന്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഡിജിറ്റൽ ലിറ്ററസി പ്രോഗ്രാം ആ എംപ്ലോയി അറ്റൻഡ് ചെയ്യണം. എംപ്ലോയറിന് ഒരു ആളെ അപ്പോയിന്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ, പുതിയൊരു എംപ്ലോയിനെ അപ്പോയിന്റ്, എംപ്ലോയർക്ക് എന്ത് ചെയ്യണം? ഗുണം കിട്ടണ്ടേ? എംപ്ലോയർക്ക് എല്ലാ മാസവും 3000 പെർ മന്ത് വെച്ച് പെർ പേഴ്സൺ പെർ എംപ്ലോയി വെച്ച് കിട്ടും, അപ് ടു 2 years. ഓക്കെ, 2 വർഷത്തേക്ക് എന്ത് ചെയ്യും? ഈ ഫിനാൻഷ്യൽ സപ്പോർട്ട് ഇവർക്ക് കിട്ടുന്നതായിരിക്കും. സോ ഇതെങ്ങനെയാണ് ബേസിക് വരിക? ഫസ്റ്റ് പാർട്ട്, ഫസ്റ്റ് ടൈം എംപ്ലോയീസിനെ രജിസ്റ്റർ വിത്ത് എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് ഓർഗനൈസേഷൻ ചെയ്യുമ്പോൾ 6 മാസം കഴിയുമ്പോൾ അപ് ടു 15,000 കിട്ടും. 2 ഇൻസ്റ്റാൾമെന്റ് ആണ് പൈസ കിട്ടുക. ഫസ്റ്റ് ഇൻസ്റ്റാൾമെന്റ് പെയ്ഡ് ആഫ്റ്റർ കംപ്ലീറ്റിംഗ് ഓഫ് 6 months ഓഫ് സർവീസസ്. ഇന്ന് ജോലിക്ക് കയറിയിട്ട് 15,000 രൂപ 7,500 മേടിച്ചിട്ട് നിങ്ങൾ പോവാന്ന് വിചാരിക്കേണ്ട. 6 മാസം ജോലി ചെയ്താൽ മാത്രം നിങ്ങൾക്ക് പൈസ കിട്ടുള്ളൂ. രണ്ടാമത് എന്താണ്? 12 മാസം ആകുമ്പോഴേക്കും എന്ത് ചെയ്യണം? ഫിനാൻഷ്യൽ ലിറ്ററസി പ്രോഗ്രാം, ഡിജിറ്റൽ ഫിനാൻഷ്യൽ ലിറ്ററസി പ്രോഗ്രാം അറ്റൻഡ് ചെയ്യണം. അത് ചെയ്ത് അടുത്ത ഇൻസ്റ്റാൾമെന്റ് കിട്ടും. ഇനി ആർക്കൊക്കെ കിട്ടും? അപ് ടു സാലറി എന്ന എംപ്ലോയി ഏണിംഗ് സാലറീസ് അപ് ടു 1 lakh മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ? ഇതിനകത്ത് കിട്ടുള്ളൂ. 1 ലക്ഷത്തിൽ താഴെ സാലറി ഉള്ള ആളുകൾ, പെർ മന്ത് 1 ലക്ഷത്തിൽ താഴെ ആളുകൾക്ക് സാലറി കിട്ടുന്ന ആളുകൾക്ക് മാത്രമേ എന്ത് ചെയ്യുള്ളൂ? ബേസിക്കലി ഈ ഒരു പർട്ടിക്കുലർ ജോബ്, ഈ ഒരു സ്കീമിന് അർഹരാവുള്ളൂ. ഇപ്പോൾ 1,10,000 നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് കിട്ടില്ല. ഓക്കെ, അപ്പം എന്താണ്? ഫിനാൻഷ്യൽ സപ്പോർട്ട് സ്കീം കിട്ടും. ഇനി ഇതിനകത്തൊരു സേവിംഗ് കോമ്പോണന്റ് ഉണ്ട്. ബാക്കി ഒരു മാസത്തിലുള്ള സാധനം എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്ത് ചെയ്യുന്നു? രണ്ടാമത്തെ പോർഷൻ കിട്ടുന്നത് ഡെപ്പോസിറ്റ് ആയിട്ടാണ് കിട്ടുക. പിന്നീട് എന്ത് ചെയ്യാൻ പറ്റും? അത് നിങ്ങൾക്ക് ക്ലെയിം ചെയ്തെടുക്കാൻ പറ്റുന്ന രീതിയിലായിരിക്കും കിട്ടുക. രണ്ടാമത്തെ പാർട്ട് എംപ്ലോയറിനുള്ള പാർട്ടാണ്. അയാൾക്ക് എന്ത് ചെയ്തു? 3000 രൂപ പെർ മന്ത് വെച്ചിട്ട് എന്ത് ചെയ്യും? എംപ്ലോയർക്ക് എന്ത് ചെയ്യാൻ പറ്റും? കൊടുക്കും. ബൈ 2 ഗവൺമെന്റ് അല്ല 2 മന്തിലേക്ക് എന്ത് ചെയ്യും? 2 ഇയറിലേക്ക് എന്ത് ചെയ്യും? കൊടുക്കും. ഓക്കെ, സോ ഇതെന്ത് ചെയ്യും? കൂടുതൽ ജോബ്സ്, പുതിയ ജോബ്സ് എന്ത് ചെയ്യും? ക്രിയേറ്റ് ചെയ്യും. അപ്പൊ ഈ ഒരു സ്കീം വന്നതുകൊണ്ട് എംപ്ലോയർ എന്ത് ചെയ്യാണ്? എക്സിസ്റ്റിംഗ് ആയുള്ള എല്ലാവരെയും പിരിച്ചു വിട്ടിട്ട് പുതിയ ആളുകൾ അപ്പോയിന്റ് ചെയ്താൽ ഈ സ്കീമിന് കിട്ടുമോ? ഇല്ല. അതാണ് ഇവിടുത്തെ ഇമ്പോർട്ടന്റ്. ഫോർ എക്സാമ്പിൾ, ഞാൻ എന്ത് ചെയ്യുന്നു? ഇപ്പോൾ ഉള്ള ആളുകളെയൊക്കെ പിരിച്ചു വിട്ടിട്ട് പുതിയ ആളുകളെ എടുക്കുന്നു, എനിക്കൊന്നും കിട്ടില്ല. എക്സിസ്റ്റിംഗ് എത്ര എംപ്ലോയീസ് ഉണ്ടോ അതെന്റെ ബേസ് ആണ്. അതിന്റെ മുകളിലേക്ക് അഡീഷണലി ഞാൻ ക്രിയേറ്റ് ചെയ്യുന്ന ജോബിന് മാത്രമേ കിട്ടുള്ളൂ. അപ്പൊ നിങ്ങൾക്കും എന്ത് ചെയ്യാൻ പറ്റില്ല? രാജിവെച്ചിട്ട് നിങ്ങൾ വേറെ കമ്പനി പോയി കഴിഞ്ഞാൽ ഓക്കെ, പക്ഷെ രാജിവെച്ചിട്ട് അതേ കമ്പനി തന്നെ വീണ്ടും കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇൻസെന്റീവ്സ് കിട്ടില്ല. അപ്പൊ എക്സിസ്റ്റിംഗ് ജോബ്സ് ആർ ബേസ് ലൈൻ. ഗവൺമെന്റ് മണ്ടനല്ല. അപ്പൊ ഓട്ടോമാറ്റിക്കലി എന്താണ്? ഗവൺമെന്റ് ആദ്യം തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ ഇവരെന്ത് ചെയ്യും? എല്ലാവരും ആദ്യം ഒന്ന് പിരിച്ചിടും, എന്നിട്ട് ഒന്നുകൂടി പിറ്റേ ദിവസം അവിടെ തന്നെ എടുത്താൽ മതിയല്ലോ. അപ്പൊ സ്വാഭാവികമായിട്ട് പുതിയ ജോബ്സ് ക്രിയേറ്റ് ചെയ്തെന്ന് പറഞ്ഞിട്ട് ഇൻസെന്റീവ്സ് കിട്ടുമല്ലോ. പക്ഷെ അങ്ങനെയല്ല, അഡീഷണൽ ന്യൂ ജോബ്സ് എന്ത് ചെയ്യണം? ക്രിയേറ്റ് ചെയ്യണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ? പുതിയ ഈ സ്കീമിൽ ജോബ്സ് ആപ്ലിക്കബിൾ ആവുള്ളൂ. അപ്പൊ എക്സിസ്റ്റിംഗ് ജോബ്സിനെ ബേസ് ലൈൻ ജോബ്സ് ആക്കി എടുക്കും. ന്യൂ ജോബ്സ് എത്ര ക്രിയേറ്റ് ചെയ്തു എന്നുള്ളതാണ് ഓക്കെ ഇത് ക്രിയേറ്റ് ചെയ്യാം. ക്ലിയർ ആണോ? Any doubt? Okay. ഇനി ഒരു സ്റ്റേറ്റ്മെന്റ് ഞാൻ ചോദിക്കുകയാണ്. പ്രധാനമന്ത്രി വികസിത് ഭാരത് റോസ്ഗർ യോജന ഈസ് ആപ്ലിക്കബിൾ ഫോർ ജോബ്സ് ക്രിയേറ്റഡ് ബൈ ദി സ്റ്റേറ്റ് ഗവൺമെന്റ്. ശരിയാണോ തെറ്റാണോ? ശരിയാണോ തെറ്റാണോ? ശരിയാണെന്ന് പറയുന്നത് തംസപ്പ് തന്നെ. പ്രധാനമന്ത്രി റോസ്ഗർ യോജന ഈസ് ആപ്ലിക്കബിൾ ടു ദി ന്യൂ ജോബ്സ് ക്രിയേറ്റഡ് ഇൻ ദി ന്യൂ ജോബ്സ് എന്ന് പറയാത്ത പ്രശ്നമല്ല, ന്യൂ ജോബ്സ് ക്രിയേറ്റഡ് ബൈ ദി സ്റ്റേറ്റ് ഗവൺമെന്റ്. തെറ്റാണെന്ന് പറയുന്ന ഒരു തംസപ്പ് തന്നെ. നിങ്ങൾ എന്തെങ്കിലും ഒന്ന് പറയോ? അത് തെറ്റാന്ന് പറയാൻ കാരണം എന്താണ്? ഇറ്റ് ഈസ് ഓൺലി ഫോർ ദി പ്രൈവറ്റ് സെക്ടർ. ഐഡിയ എന്താണ്? ഗവൺമെന്റ് ജോബ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതല്ല ഐഡിയ. ഐഡിയ എന്ത് ചെയ്യണം? നോൺ ഗവൺമെന്റ് ജോബ്സ് ക്രിയേറ്റ് ചെയ്യണം എന്നുള്ളതാണ്. ഈ ഗവൺമെന്റ് ഡു നോട്ട് വാണ്ടഡ് യു പീപ്പിൾ ടു സ്റ്റഡി ഫോർ IAS ആക്ച്വലി. Government do not have any incentives you guys are studying for civil service or any government jobs, because government will get its people. But the thing is that government wanted to create non-government jobs, because at present and the biggest problem, the only employment provider is government, majority employment provider. So they wanted to have a private jobs create ചെയ്യാന്നുള്ളതാണ് ഇതിന്റെ ഐഡിയ. ഓക്കെ, അത് തമ്മിൽ തെറ്റിപ്പോവരുത്. അതേപോലെ എന്ത് ചെയ്യരുത്? പഴയ ജോബ്സ് ക്രിയേറ്റ് ചെയ്തവർക്ക് പൈസ കിട്ടും ഇല്ല. അഡീഷണലി ന്യൂ ജോബ്സ് ക്രിയേറ്റ് ചെയ്ത് എംപ്ലോയ്മെന്റ് ക്യാഷ് ഇൻസെന്റീവ് പ്രോഗ്രാം ഫോർ ലിങ്ക്ഡ് വിത്ത് എംപ്ലോയ്മെന്റ് ജനറേഷൻ ആണ്. അപ്പം അഡീഷണൽ ജോബ്സ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ? ഇൻസെന്റീവ്സ് കിട്ടുള്ളൂ എന്നുള്ള കാര്യവും നിങ്ങൾ ഓർത്തു വെക്കണം, മറന്നു പോകരുത് കേട്ടോ. അടുത്ത സ്കീമാണ് പ്രധാനമന്ത്രി ആവാസ് യോജന.
പ്രധാനമന്ത്രി ആവാസ് യോജന എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയായിരിക്കും. എന്തിനാണ് പ്രധാനമന്ത്രി ആവാസ് യോജന? എന്തായിരുന്നു? ഹൗസിംഗ് ഫോർ ഓൾ എന്ന് പറയുന്ന ഒരു ഒബ്ജക്റ്റീവുമായിട്ടാണ് എന്ത് ചെയ്തത്? ബേസിക്കലി കൊണ്ടുവന്നത്. അതായത് ബേസിക്കലി കച്ച ഹൗസുള്ള ആളുകൾക്ക് എന്ത് ചെയ്യണം? പക്ക ഹൗസ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക. കച്ച ഹൗസിൽ നിന്ന് പക്ക ഹൗസ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. നല്ല വീട് എന്ത് വെച്ച് കൊടുക്കുക. ഇന്ത്യയിലെ വീടില്ലാത്ത ആളുകൾക്ക് വീട് വെച്ച് കൊടുക്കുക. സോ പക്ക പെർമനന്റ് ഹൗസ് എന്ത് ചെയ്യുക? വെച്ച് കൊടുക്കുക എന്നുള്ളതാണ്. ബെറ്റർ ഫെസിലിറ്റീസ് കാര്യങ്ങളൊക്കെ കൊടുക്കുക എന്നുള്ളതാണ് പ്രധാനമന്ത്രി ആവാസ് യോജനയുടെ ഇമ്പോർട്ടൻസ്. വൈ ദിസ് is an old scheme. Why I am discussing it? Because there was a massive improvement in budget allocation for this scheme. സോ ഇങ്ങനെ മാസീവായിട്ട് ഇതൊരു ബഡ്ജറ്റ് അലോക്കേഷൻ വന്നിട്ടുണ്ടെങ്കിൽ അത് പൊതുവെ UPSC ചോദിക്കാറുണ്ട്. ചില സമയത്ത് അത് ഇമ്പോർട്ടന്റ് ആയിട്ട് എടുക്കാറുണ്ട്. പഴയ സ്കീമാണ്, പുതിയതായിട്ടൊന്നുമില്ല. പക്ഷെ പെട്ടെന്ന് ബഡ്ജറ്റിൽ എന്ത് ചെയ്യുന്നു? അലോക്കേഷൻ കൂടിയിട്ടുണ്ട്. അതുകൊണ്ട് എന്താണ് ബേസിക്കലി ഒന്ന് ജസ്റ്റ് അറിഞ്ഞിരിക്കാന്ന് മാത്രം. സോ പ്രധാനമന്ത്രി ആവാസ് യോജനയെ സംബന്ധിച്ചോളം പ്രധാനമന്ത്രി ആവാസ് യോജനയ്ക്ക് ബേസിക്കലി എന്തുണ്ട്? 2 PM യോജനയിൽ സംബന്ധിച്ചോളം 2 സെഗ്മെന്റ് ഉണ്ടെന്ന് നിങ്ങൾക്കറിയാം. ഒന്നെന്താണ്? ഒന്ന് റൂറൽ സെഗ്മെന്റ്, പ്രധാനമന്ത്രി ആവാസ് യോജന റൂറൽ, ആൻഡ് പ്രധാനമന്ത്രി ആവാസ് യോജന അർബൻ സെഗ്മെന്റ്. ഇങ്ങനെ 2 സെഗ്മെന്റുകളായിട്ടാണ് ഉള്ളത്. ഇങ്ങനെ ഇവർക്ക് എങ്ങനെയാണ് ശരിക്കും ഫണ്ട് കിട്ടുന്നത്? എങ്ങനെയാണ് ഇതിനകത്തുള്ള ഫണ്ടിങ് മെക്കാനിസം എന്താണ്? ഫോർ എക്സാമ്പിൾ അർബൻ സെക്ടേഴ്സിന് എങ്ങനെയാണ് ഫണ്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേ ക്യാൻ ടേക്ക് ദ ലോൺ ആൻഡ് ഇൻട്രസ്റ്റ് സബ്സിഡി ആണ് ബേസിക്കലി ഇവിടെ കൊടുക്കുക. ഇൻട്രസ്റ്റ് സബ്സിഡി. ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് വീട് വെക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? അർബൻ സെന്റേഴ്സിലാണെങ്കിൽ ബാങ്കിൽ പോയി ലോൺ എടുക്കാം. ലോൺ എടുത്തതിന് ശേഷം എന്ത് ചെയ്യും? ബേസിക്കലി ആ ലോണിന്റെ ഇൻട്രസ്റ്റിന് ആര് സബ്സിഡി കൊടുക്കും? ബേസിക്കലി ഗവൺമെന്റ് സബ്സിഡി കൊടുക്കുകയാണ് ചെയ്യുന്നത്. റൂറൽ സെക്ടറിൽ ഗവൺമെന്റ് വിൽ ഗീവ് ഗ്രാൻഡ്സ്. ഓക്കെ, സോ ഗ്രാൻഡ് ആണ് ബേസിക്കലി രണ്ടുപേർക്കും എന്ത് ചെയ്യാറുണ്ട്? ഇവിടെയും ചെറിയതായിട്ടുള്ള ഗ്രാൻഡ്സ് കൊടുക്കാറുണ്ട്. സോ രണ്ടുപേർക്കും ഗവൺമെന്റ് എന്ത് ചെയ്യുന്നു? ഗ്രാൻഡ് കൊടുക്കുന്നു. സോ ഡയറക്റ്റ് ക്യാഷ് ആണ് ഇവിടെ ഗ്രാൻഡ് ആയിട്ട് റൂറൽ ഏരിയയിൽ കൊടുക്കുന്നു. അതിന് പുറമെ ബാത്റൂം ഒക്കെ പണിയാൻ വേണ്ടിയിട്ട് ഫണ്ട് കൊടുക്കുന്നത് സ്വച്ഛ് ഭാരത് അഭിയാൻ, കുറെ ഫണ്ടിന്റെ ഭാഗമായിട്ടാണ്. സ്വച്ഛ് ഭാരത് അഭിയാന്റെ കീഴിലാണ് ബേസിക്കലി നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ടോയ്ലറ്റ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്വച്ഛ് ഭാരത് അഭിയാനും പൈസ കൊടുക്കും. ഓക്കെ, അതേപോലെ തന്നെ വേറൊരു ഫണ്ടിങ് മെക്കാനിസം എന്ന് പറഞ്ഞാൽ പെയ്ഡ് ഫോർ മാനുവൽ ലേബർ. അത് ഓർത്ത് വെക്കുക, പേയ്മെന്റ് ഫോർ മാനുവൽ ലേബർ. ഓക്കെ, മാനുവൽ ലേബർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഫോർ എക്സാമ്പിൾ നിങ്ങൾ വീട് ഉണ്ടാക്കുമ്പോൾ നിങ്ങളായിരിക്കും ഇഷ്ടിക ചുമന്നത്, ചിലപ്പോൾ നിങ്ങളായിരിക്കും ബേസിക്കലി കല്ല് വെട്ടിയത്, ഇങ്ങനെയുള്ള കുറെ പരിപാടികൾ, മണലടിച്ചൊക്കെ നിങ്ങളല്ല. അപ്പൊ നിങ്ങളുടെ ലേബർ ഉണ്ടല്ലോ അതിനകത്ത്. അപ്പൊ ആ ലേബറിന്റെ പേയ്മെന്റ് കൂടി ആര് തരും? അതായത് നിങ്ങൾ പണിയെടുത്തു, ഒരു ദിവസം 600 1000 രൂപയാണ് നിങ്ങളെ കൂലിയെങ്കിൽ ആ 1000 രൂപ കൂടി നിങ്ങളെ വീട് തന്നെ ഉണ്ടാക്കാനാണ്. പക്ഷെ എന്താണ്? ഗവൺമെന്റ് ആ പൈസ കൂടി തരും. സോ ഇങ്ങനെയാണ് ബേസിക്കലി എന്ത് ചെയ്യുക? ഈ പ്രധാനമന്ത്രി ആവാസ് യോജനയിലുള്ള ഫണ്ടിങ് റൂറലിലുള്ള കോമ്പോണൻസ് കേട്ടോ. അപ്പൊ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. അതേപോലെ തന്നെ വീട് ആരുടെ പേരിലായിരിക്കണം? ഇറ്റ് ഷുഡ് ബി ഹെഡഡ് ബൈ ദി നെയിം ഓഫ് എന്തായിരിക്കണം? വിമൻ പ്രോപ്പർട്ടി ഹെഡ് ആയിരിക്കും. വിമന്റെ പേരിലായിരിക്കും. ഇറ്റ് ഷുഡ് ബി അണ്ടർ വിമൻ ഹെഡ് ഓർ കോ ഓൺഡ്. 2 ഓപ്ഷൻ ആണുള്ളത്. ഒന്നെന്തായിരിക്കണം? വിമന്റെ പേരിലായിരിക്കണം, അല്ലെങ്കിൽ എന്തായിരിക്കണം? ബേസിക്കലി കോ ഓൺഡ് ആയിരിക്കണം. ഓക്കെ, കോ ഓണർഷിപ്പ്, അതായത് ഹസ്ബൻഡിന്റെയും വൈഫിന്റെയും പേരിൽ, അല്ലെങ്കിൽ എന്താണ്? ഹെഡ് ഓഫ് ദ ഫാമിലി എന്തായിരിക്കണം? ഫീമെയിൽ ആയിരിക്കണം. ഒരാളുടെ പേരിലാണെങ്കിൽ ഒരു വിമൺ ഓണർ കേട്ടോ. ഓക്കെ, ഫീമെയിൽ ഹെഡ്. ഓക്കെ, ഫീമെയിൽ ഹെഡ് ഈസ് ദ കോർണർ ഓഫ് ദ പ്രോപ്പർട്ടി, അല്ലെങ്കിൽ കോ ഓണർ. അല്ലാതെ ആണിന്റെ പേരിൽ എന്ത് ചെയ്യില്ല? പ്രോപ്പർട്ടി കംപ്ലീറ്റ് ആയിട്ട് ഇടുന്ന പ്രൊവിഷൻ ഇതിനകത്തില്ല. ഓക്കെ, ആണുങ്ങൾ ഒറ്റയ്ക്ക് ജീവിച്ചു കഴിഞ്ഞാൽ വീടില്ല മക്കളെ. അപ്പം എന്ത് ചെയ്യാം? വേഗം പോയിട്ട് കല്യാണം കഴിക്കാം. ഓക്കെ, വിഷ്ണുവിനൊക്കെ സന്തോഷമായി കല്യാണം കഴിക്കാന്ന് പറഞ്ഞപ്പോ. ഇനി ബേസിക്കലി എന്താണ് അടുത്ത സ്കീം എന്ന് പറയുന്നത്? ബേസിക്കലി ആസ് പാർട്ട് ഓഫ് ഇൻക്ലൂഷൻ ആവാസ് യോജന. മനസ്സിലായല്ലോ? ഡൗട്ട് ഒന്നും ഇല്ലല്ലോ? ക്ലിയർ? ഓക്കെ, നെക്സ്റ്റ് സ്കീം എന്ന് പറയുന്നത് ഇൻക്ലൂഷൻ ബേസ്ഡ് ആയ സ്കീമാണ് ദിവ്യാംഗജൻ കൗശൽ യോജന. ഓക്കെ, ദിവ്യാംഗജൻ കൗശൽ യോജന. മിനിസ്ട്രി എന്തായിരിക്കും? മിനിസ്ട്രി ഓഫ് സോഷ്യൽ. ബേസിക്കലി ഒരു കാര്യം കൂടി പറയാൻ മറന്നു. റൂറലിന്റെ മിനിസ്ട്രി ഏതാണ്? പ്രധാനമന്ത്രി ആവാസ് യോജന റൂറൽ ഏത് മിനിസ്ട്രിന്റെ അണ്ടറിലാണ്? നിങ്ങൾക്ക് ഒരു ആവേശമില്ല കേട്ടോ. നിങ്ങൾക്ക് ആവേശമില്ല. എന്തെങ്കിലും ഒന്ന് പറയോ? പ്രധാനമന്ത്രി റൂറൽ ഏത് മിനിസ്ട്രിന്റെ കീഴിലായിരിക്കും? ഭയങ്കര സിമ്പിൾ അല്ലേ? ഏത് മിനിസ്ട്രി ആയിരിക്കും? മിനിസ്ട്രി ഓഫ് റൂറൽ ഡെവലപ്മെന്റ്. കേട്ടിട്ടുണ്ടോ? ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കുന്നുണ്ടോ? സന്തോഷം. അപ്പൊ മിനിസ്ട്രി ഓഫ് റൂറൽ ഡെവലപ്മെന്റ്. ഓക്കെ, ഇനി പ്രധാനമന്ത്രി ആവാസ് യോജന അർബൻ ഏത് മിനിസ്ട്രിന്റെ കീഴിലാണ്? മിനിസ്ട്രി ഓഫ് അർബൻ ആൻഡ് ഹൗസിംഗ് ആൻഡ് അർബൻ അഫയേഴ്സ്. അത് മാറിപ്പോയത് കേട്ടോ. രണ്ടും 2 മിനിസ്ട്രിയാണ്. അതായത് പ്രധാനമന്ത്രി ആവാസ് യോജന റൂറൽ ഡെവലപ്മെന്റിന്റെ അണ്ടറിലും, പ്രധാനമന്ത്രി ഓഫ് ആവാസ് യോജന അർബൻ
ഹൗസിംഗ് ആൻഡ് അർബൻ അഫയേഴ്സിന്റെ കീഴിലുമാണ്. രണ്ട് മിനിസ്ട്രീന്റെ കീഴിലാണ് അത് വർക്ക് ചെയ്യുന്നത് കേട്ടോ. ഇനി ദിവ്യാംഗജൻ കൗശൽ യോജന ഏത് മിനിസ്ട്രിയുടെ കീഴിലാണ്? ബേസിക്കലി മിനിസ്ട്രി ഓഫ് സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് എംപവർമെന്റിന്റെ കീഴിലാണ് ഇത് വരുന്നത്. ഓക്കെ, ദിവ്യാംഗജൻ കൗശൽ യോജന ഇൻക്ലൂസീവ് ഡെവലപ്മെന്റിന്റെ ഭാഗമായിട്ട് വരുന്നതാണ്. ഇവിടെ ഐഡിയ എന്താണ്? ഇറ്റ് ഈസ് ടു ഹെൽപ്പ് ദി പേഴ്സൺ വിത്ത് ഡിസബിലിറ്റി ടു ഗെറ്റ് എ ഗുഡ് ജോബ്സ്. ഓക്കെ, അതായത് അവരെന്ത് ചെയ്യണം? അവർക്ക് ഒരു ഡിഗ്നിഫൈഡ് ആയിട്ടുള്ള ലൈഫ് വേണം അല്ലെ? ടു ഏൺ എ ഡിഗ്നിഫൈഡ് ലൈഫ് വി നീഡ് ടു ഗിവ് ദം ഗുഡ് ജോബ്. അതിന് വേണ്ടിയിട്ട് ബേസിക്കലി എന്ത് ചെയ്യുക? അവർക്ക് അതിന് വേണ്ടിയുള്ള റെലവെന്റ് ആയിട്ടുള്ള സ്കിൽസ് കൊടുക്കുക എന്നുള്ളതാണ്. അത് സ്പെസിഫിക് മാർക്കറ്റ് ഡിമാൻഡ് എന്താണോ, വെറുതെ ഒരു സ്കില്ലിംഗ് കൊടുക്കുകയല്ല, മാർക്കറ്റ് ഡിമാൻഡ് ആയിട്ടുള്ള ജോബ്സിനാണ് കൂടുതൽ കൊടുക്കുന്നത്. അവർക്ക് പ്രധാനമായിട്ട് ഇവിടെ കൊടുക്കുന്ന ടൈപ്പ് ഓഫ് സ്കില്ലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൺലൈൻ ഗെയിമിംഗ് ഇൻഡസ്ട്രീസ്, അതേപോലെ തന്നെ വെർച്വൽ റിയാലിറ്റി, വിഷ്വൽ മീഡിയ എഫക്റ്റ്, അതേപോലെ തന്നെ ആനിമേഷൻസ്, ഇങ്ങനെയുള്ള ജോബ്സ് ആണ് കൂടുതൽ എന്ത് ചെയ്യുന്നത്? ഇൻഡസ്ട്രി ഫോക്കസ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ വിഷ്വൽ എഫക്ട്സ്, ആനിമേഷൻസ്, ഗെയിമിംഗ്, കോമിക്സ്, ഹോസ്പിറ്റാലിറ്റി, ഫുഡ് ആൻഡ് ബീവറേജസ്. കാരണം എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ജോബ്സിലേക്ക് ഈ പേഴ്സൺ വിത്ത് ഡിസബിലിറ്റി ആളുകൾക്ക് പെട്ടെന്ന് അഡാപ്റ്റ് ചെയ്യാൻ പറ്റുമെന്നാണ് ബേസിക്കലി സ്റ്റഡീസ് പറയുന്നത്. അപ്പൊ ഇതൊക്കെ എന്താണ്? ബേസിക്കലി ടാസ്ക് ഓറിയന്റഡ് ജോബ്സ് ആണ്. പ്രത്യേക ആനിമേഷൻ ചെയ്യുക, അതേപോലെ തന്നെ ഫോർ എക്സാമ്പിൾ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓൺലൈൻ ഗെയിമിംഗ്, വിഷ്വൽ എഫക്ട്സ്, ഇതൊക്കെ എന്താണ്? കോമിക്സ് ഉണ്ടാക്കുക, ഇതൊക്കെ ടാസ്ക് ഓറിയന്റഡ് പ്രോസസ് ഡ്രിവൺ ജോബ്സ് ആണ്. അപ്പൊ ഇവിടെ കൂടുതൽ ബെറ്റർ ദിവ്യാംഗജനെ സംബന്ധിച്ചോളം പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റും? അഡാപ്റ്റ് ചെയ്യാൻ പറ്റും ഈ ജോബ്സിലേക്ക്. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ജോബ്സുകൾ ഇതിനകത്ത് ട്രെയിൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പം ബേസിക്കലി എന്ത് ചെയ്യും? ഇവർക്ക് ജോബ് കൊടുക്കുക എന്നുള്ളതാണ്. ജോബ് ട്രെയിനിങ് എന്താണ്? ഇൻഡസ്ട്രി റെലവന്റ് ആണ്. ഏരിയാസ് നോക്കി വെക്കുക, എന്താണ് മിനിസ്ട്രി നോക്കി വെക്കുക. ഇത്രയും ഇതിനകത്ത് ഇമ്പോർട്ടൻസ് ഉള്ളൂ, അത്രയും കാര്യങ്ങൾ നോക്കി വെക്കുക. ഓക്കെ, അടുത്ത സ്കീം എന്ന് പറഞ്ഞാൽ ദിവ്യാംഗജൻ സഹാര യോജനയാണ്. സഹാര യോജന. ഓക്കെ, ദിവ്യാംഗ് സഹാര യോജന. ഓക്കെ, ഇത് എന്താണ്? ബേസിക്കലി ദിസ് ഈസ് ടു എംപവർ പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റി. ബേസിക്കലി ദിവ്യാംഗജൻ എന്ത് ചെയ്യാണ്? എംപവർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാല് പേഴ്സൺ വിത്ത് ഡിസബിലിറ്റിയും സീനിയർ സിറ്റിസണിനും എന്ത് ചെയ്യുക? ഹൈ ക്വാളിറ്റി അസിസ്റ്റീവ് ടെക്നോളജി, അസിസ്റ്റീവ് ഡിവൈസസ് എന്ത് ചെയ്യുക? കൊടുക്കുക എന്നുള്ളതാണ്. ഓക്കെ, ഫോർ എക്സാമ്പിൾ വീൽ ചെയർ, ഇയറിംഗ് എയ്ഡ്സ്, അതേപോലെ അങ്ങനെയുള്ള അസിസ്റ്റീവ് എയ്ഡ് ആയിട്ടുള്ള സാധനങ്ങൾ എന്ത് ചെയ്യുക? കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ടെക്നോളജിയാണ്. അപ്പൊ ഇതിനകത്ത് സ്കീമാണ്. ഞാൻ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ദിവ്യാംഗൻ സഹാര യോജന എന്ന് കേൾക്കുമ്പം നിങ്ങൾ ദിവ്യാംഗന് മാത്രമാണ് ഈ ഒരു ടെക്നോളജി കൊടുക്കുക എന്നുള്ള രീതിയിൽ ഇതിനെ കാണരുത്. ആർക്കൂടി കൊടുക്കും? സീനിയർ സിറ്റിസൺ. ഓക്കെ, ഇവർക്കും എന്ത് ചെയ്യേണ്ടി വരും? ഈ ഇങ്ങനെയുള്ള അസിസ്റ്റീവ് ടെക്നോളജി വേണ്ടി വരും. അപ്പം ദിസ് സ്കീം ഈസ് നോട്ട് ഓൺലി ഫോർ ദിവ്യാംഗൻ, ഇറ്റ് ഈസ് ഓൾസോ ഫോർ ടു എൻഷുർ ദാറ്റ് ദ എയിം എന്താണ്? ഈ ടു ഡിസൈൻ ആൻഡ് മേക്ക് ഷുവർ ദാറ്റ് പേഴ്സൺ വിത്ത് ഡിസബിലിറ്റി ആൻഡ് സീനിയർ സിറ്റിസൺ ഗെറ്റ് ഹൈ ക്വാളിറ്റി അസിസ്റ്റീവ് പ്രൊഡക്ട്സ് കിട്ടുക എന്നുള്ളതാണ്. അതായത് ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ലിംസ്, അതേപോലെ തന്നെ മോട്ടറൈസ്ഡ് വീൽ ചെയർസ്, ഇങ്ങനെയുള്ള സാധനങ്ങൾ, ഇയറിംഗ് എയ്ഡ്സ്, അതുപോലെ ഒരു ഗ്ലാസസ്, ഗൂഗിൾ മീൻസ് നമുക്കിപ്പം കണ്ണ് കാണാത്തവർക്കൊക്കെയാണ് ബേസിക്കലി ഗൂഗിൾ ഗ്ലാസസ്, ഇങ്ങനെ സംസാരിക്കുന്ന ഗ്ലാസസ്, അങ്ങനെയുള്ള ഗ്ലാസസും കാര്യങ്ങളൊക്കെ കൊടുക്കുക എന്നുള്ളതാണ് ബേസിക്കലി ഗവൺമെന്റ് ഉദ്ദേശം. അപ്പൊ ഗവൺമെന്റ് എന്ത് ചെയ്യും? ഗവൺമെന്റ് വിൽ സപ്പോർട്ട് ലിം മാനുഫാക്ചറിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ. ഇതിന്റെ അണ്ടറിൽ ഗവൺമെന്റ് വിൽ സപ്പോർട്ട് ആക്ച്വലി ലിം മാനുഫാക്ചറിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ടു മാനുഫാക്ചർ മോർ കൈൻഡ് ഓഫ് ടെക്നോളജിക്കലി അസിസ്റ്റീവ് ആയിട്ടുള്ള അവരുടെ പ്രൊഡക്ഷൻ എന്ത് ചെയ്യുക? കൂട്ടുക. അതേപോലെ തന്നെ AI ബേസ്ഡ് ആയിട്ടുള്ള ടെക്നോളജീസ് എന്ത് ചെയ്യുക? കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് എന്ത് ചെയ്യുന്നുണ്ട്? ഹൈടെക് പ്രൊഡക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഒക്കെ യൂസ് ചെയ്തുള്ള പ്രൊഡക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗവൺമെന്റ് ഇൻസെന്റീവ്സ് കൊടുക്കും. ആർക്കാണ് ഇൻസെന്റീവ്സ് കൊടുക്കുന്നത്? PSU ആണ്. എന്താണ് PSUന്റെ പേര്? ബേസിക്കലി ആർട്ടിഫിഷ്യൽ ലിംബ് മാനുഫാക്ചറിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ. ആർട്ടിഫിഷ്യൽ ലിംബ്സ് മാനുഫാക്ചറിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ. ഓക്കെ, കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ കേട്ടോ. ഓക്കെ, മോഡേൺ അസിസ്റ്റഡ് ലിവ് ആൻഡ് വർക്കിംഗ് ഇൻഡിപെൻഡന്റ്ലി, ടെക്നോളജി കാര്യങ്ങളൊക്കെ കൊടുക്കുക എന്നുള്ളതാണ് ഇവരുടെ ഐഡിയ കേട്ടോ. റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഉണ്ട്. ഓക്കെ, സോ under this scheme there is also a creation of ATMs, that is assistive technology marts. Okay, so assistive technology marts create ചെയ്യുന്നതിനകത്ത് ATMs, assistive technology marts. ഓക്കെ, എന്താണ് ഇതിന്റെ ഉദ്ദേശം? അസിസ്റ്റീവ് ടെക്നോളജി മാർട്ട് ആണ്. അതായത് ഷോപ്പിംഗ് കോംപ്ലക്സ് ഒക്കെ പോലെയുള്ള ബേസിക്കലി എന്താണ്? റീറ്റെയിൽ ഔട്ട്ലെറ്റ്സ് ആണ്. ഇവിടെ പോയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ഈ സീനിയർ സിറ്റിസൺസിനും അതേപോലെ തന്നെ ഈ പറഞ്ഞ പോലെ ദിവ്യാംഗനും അവിടെ പോയിട്ട് ഈ സാധനം ദേ ക്യാൻ ചൂസ്, ട്രൈ ആൻഡ് സെലക്ട് ഇറ്റ്. ഓക്കെ, അവിടെ പോയി ഇഷ്ടമുള്ളത് കണ്ട് അവർക്ക് ചെയ്ത് നോക്കി അത് ട്രയൽ എടുത്തതിന് ശേഷം എന്ത് ചെയ്യാം? അത് മേടിക്കാൻ പറ്റുന്ന പ്രീമിയം റീറ്റെയിൽ ഔട്ട്ലെറ്റ്സ് എന്ത് ചെയ്യും? ഗവൺമെന്റ് സെറ്റ് ചെയ്യുന്നുണ്ട്. ദാറ്റ് ഈസ് അസിസ്റ്റീവ് ടെക്നോളജി മാർട്സ്. ഓക്കെ, സോ എക്സ്പ്ലോസിവ് സർവീസ് ബോത്ത് ദിവ്യാംഗൻ പേഴ്സൺസ് ആൻഡ് സീനിയർ സിറ്റിസണിന് വേണ്ടിയിട്ടാണ് ഈ മാർട്സ് എന്ത് ചെയ്യുന്നത്? ക്രിയേറ്റ് ചെയ്യുന്നത്. അസിസ്റ്റീവ് ടെക്നോളജി മാർട്ട് റീറ്റെയിൽ സ്റ്റൈൽ സെന്റേഴ്സ് ആണ്. സോ അവരുടെ പ്രൊഡക്റ്റ് ചൂസ് ചെയ്യാനും അവർക്ക് അനുസരിച്ച് അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാനും അതിന്റെ ഇൻഡിപെൻഡൻസ് ആയിട്ട് അവർ ജീവിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബേസിക്കലി ഇങ്ങനെയുള്ള സ്കീംസുകൾ തുടങ്ങിയിട്ടുള്ളത് കേട്ടോ. ഓക്കെ, സോ അതേപോലെ തന്നെ എന്ത് ചെയ്യും?
ഇങ്ങനെയുള്ള ബേസിക്കലി അസിസ്റ്റഡ് ടെക്നോളജി കേന്ദ്രാസ് ഒക്കെ ബേസിക്കലി ഗവൺമെന്റ് എന്ത് ചെയ്യുന്നുണ്ട്, പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓൾറെഡി ഞാൻ എല്ലാം ഡിസ്കസ് ചെയ്തു. ഓക്കെ ഫൈൻ. സോ നെക്സ്റ്റ് സ്കീം വിമൺ ആയിട്ട് റിലേറ്റ് ചെയ്യുന്നതാണ്. വിമൺ ഇൻക്ലൂസീവ് ഗ്രോത്തിന്റെ ഭാഗമായിട്ട് വിമൺ ആയി റിലേറ്റ് ചെയ്യുന്നതാണ് ഷീ മാർട്സ്. ഷീ മാർട്സ് ഈസ് സെൽഫ് ഹെൽപ്പ് എന്റർപ്രണേഴ്സ് മാർട്സ് ആണ് ബേസിക്കലി ഷീ മാർട്സ് എന്ന് പറയുന്നത്. ഓക്കെ, സോ സെൽഫ് ഹെൽപ്പ് എന്റർപ്രണേഴ്സ് മാർട്സ് എന്ന് പറയുന്നത് ബേസിക്കലി എന്താണ്, ഇതിന്റെ ഫുൾ ഫോം ആണ് സെൽഫ് ഹെൽപ്പ് എന്റർപ്രണേഴ്സ് മാർട്സിന്റെ ഓണ്ടർപ്രണേഴ്സ് മാർട്സിന്റെ ഷോർട്ട് ആണ് ഷീ മാർട്സ് എന്ന് പറയുന്നത് കേട്ടോ. ഇത് ഒരു കമ്മ്യൂണിറ്റി ഓൺഡ് റീറ്റെയിൽ ഔട്ട്ലെറ്റ്സ് ആണ്, ബേസിക്കലി ഫോർ വിമൻ ലെഡ് റൂറൽ ഏരിയാസിലുള്ള വിമൻ ലെഡ് ഓർഗനൈസേഷൻ ഓണ്ടർപ്രണേഴ്സിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള ഒരു സ്കീം തുടങ്ങിയിട്ടുള്ളത്. അതായത് സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പുകൾ ഗവൺമെന്റ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു അല്ലെ, SHGs തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഗവൺമെന്റ് പണ്ട് SHGs കുറെ പ്രൊമോട്ട് ചെയ്തു, ഇപ്പോഴും പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ SHGs പ്രൊമോട്ട് ചെയ്ത സമയത്ത് എന്ത് ചെയ്തു, ഗവൺമെന്റ് എങ്ങനെയാണ് SHGs പ്രൊമോട്ട് ചെയ്തത്? ബൈ ഗിവിംഗ് ഗവൺമെന്റ് ലോൺസ്. സോ SHGsന് ഗവൺമെന്റ് ഫ്രോം സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ്സിന് ഗവൺമെന്റ് എന്ത് ചെയ്തു, ലോൺസ് കൊടുത്തു. അങ്ങനെ അവർ എന്ത് ചെയ്തു, ദേ കെയിം അപ്പ് വിത്ത് ഇൻകം ജനറേറ്റിംഗ് പ്രൊഡക്ട്സ് അല്ലെ, ഓരോ പ്രൊഡക്റ്റ് ചെയ്തു. ഇനി ഈ പ്രൊഡക്ട്സ് എന്ത് ചെയ്യണം, അവർക്ക് വിൽക്കണം. സോ ദേ നീഡ് എ ഔട്ട്ലെറ്റ്. സോ ഒരു ഗ്ലോബൽ ഔട്ട്ലെറ്റ് അല്ലെങ്കിൽ നല്ലൊരു ഔട്ട്ലെറ്റ്സ് വേണം, ഇത് വിൽക്കാൻ വേണ്ടി നല്ല സ്ഥലം വേണം, പ്രൊഡക്റ്റിന്റെ മാർക്കറ്റ് കണ്ടെത്തണം. സോ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു, ഇറ്റ് ഈസ് ബിൻ ബിൽഡ് ആസ് പാർട്ട് ഓഫ് SHGs. ഒരു SHGs ഗവൺമെന്റ് സെപ്പറേറ്റ് ആയിട്ട് മാർട്ടുകൾ ഉണ്ടാക്കുകയല്ല ചെയ്യുന്നത്. ഗവൺമെന്റ് നാളെ പോയിട്ട് ഒരു കട തുടങ്ങുകയല്ല, ഓൾറെഡി ഉള്ള SHGsനോട് അസോസിയേറ്റ് ചെയ്തിട്ട് അവരുടെ ഭാഗത്ത് നിന്ന് തന്നെ എന്ത് ചെയ്യുന്നു, ഗവൺമെന്റ് സപ്പോർട്ട് കൊടുത്തിട്ട് എന്ത് ചെയ്യുന്നു, അവരെ കൊണ്ട് തന്നെ ഇങ്ങനെയുള്ള മാർട്സ് തുറന്നിരിക്കുകയാണ്. അപ്പൊ ഈ മാർട്സ് ആരാണ് ഓൺ ചെയ്യുന്നത്? ഇറ്റ് ഈസ് ഓൺഡ്, മാനേജ്ഡ് ആൻഡ് ഓപ്പറേറ്റഡ് ബൈ ദാറ്റ് പർട്ടിക്കുലർ കമ്മ്യൂണിറ്റി ഇറ്റ്സെൽഫ്. ഓക്കെ, ഓൺഡ് അവർ തന്നെയാണ്, മാനേജ്ഡ് അവർ തന്നെയാണ്, അതേപോലെ തന്നെ കൺട്രോൾ ചെയ്യുന്നത് ആര് തന്നെയാണ്, ആ സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പുകൾ തന്നെയായിരിക്കും. ഒന്ന് ഗ്രൂപ്പ് ഓഫ് സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പുകളോ സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പുകൾ തമ്മിൽ എന്ത് ചെയ്യുന്നു, അവർക്ക് എന്ത് ചെയ്യുന്നു, ബേസിക്കലി ഒരു മാർട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഗവൺമെന്റ് എന്ത് ചെയ്യുന്നു, സഹായിക്കുന്നു. ഓക്കെ, സോ അവരെങ്ങനെയാണ് അപ്പൊ സഹായിക്കുക? ദേ വിൽ ഗിവ് ഇന്നോവേറ്റീവ് മോഡ് ഓഫ് ഫണ്ടിങ്ങിലൂടെ അവരെന്ത് ചെയ്യുന്നു, പുതിയ മോഡ് ഓഫ് ഫണ്ടിങ് കണ്ടെത്തി ഗവൺമെന്റ് ഫണ്ടിങ് ആണ് ഇവർക്ക് ചെയ്യുക. അപ്പൊ ഇതെല്ലാം മാനേജ് ചെയ്യുന്ന ഫർദർ ഫണ്ടിങ് ഉണ്ടാവില്ല, അത് സെറ്റപ്പ് ചെയ്യാനുള്ള ഫണ്ടിങ് ഗവൺമെന്റ് കൊടുക്കുകയാണ് ചെയ്യുക. അപ്പൊ എന്ത് ചെയ്യുന്നു, ഗവൺമെന്റ് ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓരോ ഗ്രൂപ്പുകൾ ഉണ്ടാക്കാം. ഇതെല്ലാം ഓണും കൺട്രോളും എല്ലാം ചെയ്യുന്ന SHGs ആണ് കേട്ടോ. സോ സ്റ്റാൻഡ് അലോൺ ഗവൺമെന്റ് റൺ ഷോപ്സുകളല്ല, ദീസ് ആർ നോട്ട് സ്റ്റാൻഡ് അലോൺ ഗവൺമെന്റ് റൺ ഷോപ്സ്. മറന്നു പോയത്, സ്റ്റേറ്റ്മെന്റ് അങ്ങനെ വരും, ദിസ് ഈസ് എ ഗവൺമെന്റ് റൺ ഷോപ്സ് എന്ന് വരും. അല്ല, എന്താണ്, ദേ വിൽ ബി എസ്റ്റാബ്ലിഷ് ഡയറക്ട്ലി വിത്തിൻ ദി എക്സിസ്റ്റിംഗ് ക്ലസ്റ്റർ ലെവൽ ഓഫ് ഫെഡറേഷൻസ് ഓഫ് ദി സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ്സ്. എക്സിസ്റ്റിംഗ് സിസ്റ്റത്തിലുള്ള സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പുകളെ തന്നെ മാനേജ് ചെയ്യിപ്പിച്ചുകൊണ്ട് ചെയ്യുന്ന ഷോപ്പുകളാണ്, ഗവൺമെന്റിന്റെ ഒരു സാധനവും ഇല്ല. And credit to ownership, the initiative marks the fundamental policy shift from the traditional welfare-oriented interventions in the market. These are very important. These points are very important for your mains also. Credit-led livelihood to active enterprises ownership model ആണ്. ഓക്കെ, അതായത് നിങ്ങൾക്ക് എന്ത് ചെയ്യാണ്, വെറുതെ ഇത് ഔദാര്യമായിട്ട് തരികയല്ല, നിങ്ങൾക്ക് കുറച്ച് ഫണ്ടിങ് തരും, അത് ക്രെഡിറ്റ് ലിങ്ക്ഡ് ആയിരിക്കും. പക്ഷെ അത് പ്രകാരം നിങ്ങൾക്ക് ഷോപ്സ് ഇടാം, ആ ഷോപ്പ് ഓൺ ചെയ്യുന്നത് മാനേജ് ചെയ്യുന്നത് എല്ലാം നിങ്ങൾ തന്നെയായിരിക്കും, ഗവൺമെന്റിന് യാതൊരു റോളും അതിനകത്ത് ഉണ്ടാവില്ല. ആൻഡ് ദിസ് ഈസ് ഫോർ മാർക്കറ്റ് ഡെമോക്രാറ്റൈസേഷൻ ആണ്, സോൾവ് ദി core problems of market access and branding of rural women, bringing them into formal and global supply chain lekana. In She Marts basically supported by എന്താണ്, identity framework to help around the brand distinguish. ഇതിനകത്ത് എന്ത് ചെയ്യാൻ പറ്റും, ഇതിനകത്ത് ഒരു ഷീ മാർക്ക് വരും, അത് ഇതിനകത്ത് പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രൊഡക്ഷൻ എന്ത് ചെയ്യും, ഷീ മാർക്സ്. സോ ഷീ മാർക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോ അഗ്രോ മാർക്ക് ഇല്ലേ, അഗ്രോ മാർക്ക് പോലെ ബ്രാൻഡിങ് മാർക്കുകളാണ്. അഗ്രോ മാർക്ക് ഉണ്ടെങ്കിൽ എന്താണ്, അഗ്രോ മാർക്ക് സർട്ടിഫൈഡ് പ്രൊഡക്റ്റ് ആണ്. അതേപോലെ ഇതിനകത്ത് എന്ത് മാർക്കിംഗ് വരും, ഷീ മാർക്സ് വരും. ഷീ മാർക്സ് വരുമ്പോൾ എന്താണ്, ഇറ്റ് ഈസ് എ ബ്രാൻഡ് ഐഡന്റിറ്റി, സെപ്പറേറ്റ് ഒരു ബ്രാൻഡിങ് അഡ്വാൻറ്റേജ് ഇവർക്ക് കിട്ടും. സോ ഒരു സ്പെഷ്യാലിറ്റി മാർക്കറ്റിംഗ് അഡ്വാൻറ്റേജ് കൂടി ഈ ഒരു മാർക്കറ്റിംഗിന്റെ ഭാഗമായിട്ട് ഇവർക്ക് കിട്ടും. ദിസ് ഈസ് വാട്ട് ഷീ മാർട്സ് പോളിസി. ഓക്കെ, ക്ലിയർ ആണോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ഇതുവരെ? സ്കീം മനസ്സിലായോ? Okay, then we'll move to next scheme. This is for hostel for STEM students, especially hostel for STEM women and the girl students ആണ്. അപ്പം എന്ത് ചെയ്യാണ്, ഗവൺമെന്റ് ഈസ് പ്ലാനിങ് ടു സെറ്റ് അപ്പ് ഹോസ്റ്റൽ. ഇനി നിങ്ങൾ ഹോസ്റ്റലിൽ ഇല്ല എന്ന് പേടിക്കണ്ട. സോ ബേസിക്കലി എന്താണ്, ദിസ് ഈസ് ആക്ച്വലി പ്രധാനമന്ത്രി, ഇതിന്റെ വേറൊരു പേരാണ് പ്രധാനമന്ത്രി ഗേൾസ് ഹോസ്റ്റൽ സ്കീം. ഓക്കെ, പ്രധാനമന്ത്രി ഗേൾസ് ഹോസ്റ്റൽ സ്കീം. ഹോസ്റ്റൽ ഇല്ല എന്നുള്ള ഒരു പരാതി പറയാൻ പാടില്ല, അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഹോസ്റ്റൽ ക്രിയേറ്റ് ചെയ്യുന്നു. സോ വിമൺ എന്ത് ചെയ്യുന്നു, വിമണിന്റെ പാർട്ടിസിപ്പേഷൻ ഇൻ സ്റ്റെം എഡ്യൂക്കേഷൻ, സയൻസ് ആൻഡ് ടെക്നോളജി, ഇലക്ട്രോണിക്സ്, മാത്തമാറ്റിക് എഡ്യൂക്കേഷനിലേക്ക് വിമന്റെ പാർട്ടിസിപ്പേഷൻ ഭയങ്കര കുറവാന്ന് നിങ്ങൾക്ക് അറിയാലോ, വിമൺ വരുന്നില്ല. അപ്പൊ വിമൺ വരാത്തത് കൊണ്ട് ഇതിലേക്ക് വിമന്റെ പാർട്ടിസിപ്പേഷൻ ഹയർ എഡ്യൂക്കേഷനിലേക്ക് കൂട്ടാൻ വേണ്ടി, എസ്പെഷ്യലി എന്ത് എഡ്യൂക്കേഷനിലേക്കാണ്, ഹയർ എഡ്യൂക്കേഷൻ മാത്രമല്ല, ഹയർ എഡ്യൂക്കേഷനിൽ തന്നെ സ്റ്റെം എഡ്യൂക്കേഷനിലേക്ക്, ദാറ്റ് ഈസ് സയൻസ്, ടെക്നോളജി, എഞ്ചിനീയറിംഗ്, മാത്തമാറ്റിക്സ് ഇൻസ്റ്റിറ്റ്യൂഷനിലേക്കുള്ള പെൺകുട്ടികളുടെ റിക്രൂട്ട്മെന്റ് കൂട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു, ഗവൺമെന്റ് ബേസിക്കലി ഹോസ്റ്റൽ ഫോർ സ്റ്റെം
ഗേൾസ് സ്റ്റുഡൻസിന് കൂട്ടാണ്. എന്താണ് ബേസിക്കലി സ്റ്റെം എഡ്യൂക്കേഷനിലേക്ക് ഗേൾസ് സ്റ്റുഡൻസ് വരാത്തതിനുള്ള റീസൺസ് എന്തൊക്കെയാണ്? ഒന്നാമത്തെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്റ്റെം എഡ്യൂക്കേഷന്റെ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലാബ് അവേഴ്സ് കൂടുതലാണ്. ദർ വിൽ ബി ലാബ് അവേഴ്സ്. ഫോർ എക്സാമ്പിൾ നിങ്ങളിപ്പോൾ കെമിസ്ട്രി ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ ക്ലാസ് കഴിഞ്ഞ് 4 മണി തൊട്ട് 7 മണി വരെ ലാബ് ഉണ്ടാവും. അപ്പൊ ലാബ് ഉള്ളത് കൊണ്ട് തന്നെ വീട്ടിലേക്ക് പിന്നെ തിരിച്ചു പോകാന്ന് പറയുന്നത് ഭയങ്കര ഡിസ്റ്റൻസ് ആയതുകൊണ്ട് ലാബ് അവേഴ്സ് കൂടുന്നതുകൊണ്ട് പെൺകുട്ടികൾ എന്ത് ചെയ്യുന്നില്ല, സ്റ്റെം എഡ്യൂക്കേഷനിലേക്ക് വരുന്നില്ല. അതേപോലെ തന്നെ എന്താണ്, ലോങ് വർക്കിംഗ് അവേഴ്സ് വേണം. ഈ സയൻസ് ടെക്നോളജി ലോങ് അവേഴ്സ് ലാബ് അവേഴ്സ് ഒക്കെ വേണം. അതുകൊണ്ട് ഈ ട്രാവൽ അവേഴ്സിന്റെ ഡിസ്റ്റൻസ് ആയിരിക്കും എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാവുക. അപ്പൊ ഇങ്ങനെയുള്ള പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പ്രധാനമന്ത്രി ഗേൾസ് ഹോസ്റ്റൽ സ്കീം എന്ത് ചെയ്യുന്നത് വരുന്നത്. ഓക്കെ, സോ ഗേൾസ് ഹോസ്റ്റലിന് ഇതിന്റെ ടാർഗറ്റ് ഓർക്കണം. ഇറ്റ് ഈസ് ടു എസ്റ്റാബ്ലിഷ് എക്സാക്ട്ലി വൺ ഗേൾസ് ഹോസ്റ്റൽ എവറി സിംഗിൾ ഡിസ്ട്രിക്ട് അക്രോസ് ദ കൺട്രി. എല്ലാ ജില്ലകളിലും ഒരു ഗേൾസ് ഹോസ്റ്റൽ. അപ്പൊ രണ്ടെണ്ണം ഉണ്ടാവില്ല. എക്സാക്ട്ലി എന്ന് പറയുന്ന വേർഡ് അദ്ദേഹം പറഞ്ഞത്. എക്സാക്ട്ലി വൺ ഗേൾസ് ഹോസ്റ്റൽ ഇൻ എവറി ഡിസ്ട്രിക്ട്. എല്ലാ ഡിസ്ട്രിക്റ്റിലും എന്ത് ചെയ്യുക, ഒരു പ്രധാനമന്ത്രി ഗേൾസ് ഹോസ്റ്റൽ സ്കീമിന്റെ പ്രകാരം ഒരു ഗേൾസ് ഹോസ്റ്റൽ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഗവൺമെന്റ് ഉദ്ദേശം എന്താണ്? ബേസിക്കലി പ്രൊലോങ്ഡ് അവേഴ്സ് ഓഫ് സ്റ്റഡി ആൻഡ് ലബോറട്ടറി വർക്ക് കാരണം വിമന്റെ പാർട്ടിസിപ്പേഷൻ കുറവാണ്. ആ പാർട്ടിസിപ്പേഷൻ കൂട്ടുക എന്നുള്ളതാണ്. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു, ബെറ്റർ സേഫ്റ്റി, കമ്മ്യൂണിക്കേഷൻസ്, അതുപോലെ തന്നെ റൂറൽ ഏരിയയിൽ നിന്നുള്ള ആളുകൾക്കൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, ബേസിക്കലി വിമൻ ഗേൾസ് ചൈൽഡിനൊക്കെ ബേസിക്കലി ഹോസ്റ്റൽ റൂമിൽ എന്ത് ചെയ്യാൻ പറ്റും. ഓക്കെ, ലാക്ക് ഓഫ് ഹോസ്റ്റൽ റൂം ഇല്ലാത്തത് കൊണ്ട് സ്റ്റെം എഡ്യൂക്കേഷനിലേക്ക് വരാത്ത പെൺകുട്ടികളുടെ പ്രോബ്ലം ഇതോടുകൂടി തീർന്നു. ഓക്കെ, ഇനി ഗവൺമെന്റ് ഡയറക്റ്റ് ആയിട്ട് ഇവിടെ ഹോസ്റ്റൽ സെറ്റപ്പ് ചെയ്യോ? ഗവൺമെന്റ് ഡയറക്റ്റ് ആയിട്ട് ഒരു ഹോസ്റ്റൽ ഇവിടെ സെറ്റപ്പ് ചെയ്യാൻ പോകുന്നില്ല. വാട്ട് ഗവൺമെന്റ് ഈസ് ഗോയിങ് ടു ഡു, ഗവൺമെന്റ് ഈസ് ഗോയിങ് ടു സെറ്റപ്പ് എ വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ടിങ്. അതായത് നിങ്ങൾക്ക് ഇപ്പൊ ഈ സ്റ്റെം എഡ്യൂക്കേഷൻ അണ്ടറിൽ ഗേൾസ് ഹോസ്റ്റൽ പണിയാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ യു ക്യാൻ അപ്ലൈ ഫോർ ഗവൺമെന്റ്. ദർ വിൽ ബി സം ക്രൈറ്റീരിയ ദാറ്റ് ഹാസ് ടു ബി ഡെവലപ്ഡ്. സോ അതിന്റെ ബേസ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു, ഗവൺമെന്റ് ഇനിഷ്യൽ ഇൻവെസ്റ്റ്മെന്റിനായിട്ട് ഇത് പണിയാൻ വേണ്ടിയുള്ള ഒരു പൈസയുടെ വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ടിങ്, അതായത് നിങ്ങൾക്ക് ഇത് ഫിനാൻഷ്യലി വയബിൾ ആക്കാൻ വേണ്ടിയുള്ള ഒരു ഫണ്ടിങ് എന്ത് ചെയ്യും, ഗവൺമെന്റ് ഇനിഷ്യലി തരും. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഹോസ്റ്റൽ പണിയാം. അതിനുശേഷം കംപ്ലീറ്റ്ലി യു വിൽ ബി കൺട്രോളിങ്. നിങ്ങൾ ഹോസ്റ്റലായിരിക്കും, നിങ്ങൾക്ക് അതിനകത്ത് പൈസ ചാർജ് ചെയ്യാം. അല്ലാതെ നിങ്ങൾ അതിനകത്ത് പൈസയ്ക്ക് ഉണ്ട് ഇതിനകത്ത്. ഓക്കെ, പക്ഷെ എന്ത് ചെയ്യുന്നു, ഒരു വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ടിങ് എന്ത് ചെയ്യുന്നു, പ്രൈവറ്റ് ഡെവലപ്പേഴ്സിന് ഗവൺമെന്റ് കൊടുക്കുന്നു. ഓക്കെ, സോ അതാണ് ബേസിക്കലി പ്രധാനമന്ത്രി സ്റ്റെം എഡ്യൂക്കേഷനിലൂടെ ഗവൺമെന്റ് ചെയ്യുന്നത്. ഓക്കെ, സോ വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ടിങ് ആൻഡ് ക്യാപിറ്റൽ support likely public-private partnership to PPP model. One-time capital grant to make construction of it is financially viable. One-time grant മാത്രമേ കൊടുക്കുള്ളൂ to make it financially viable ആക്കാൻ വേണ്ടിയിട്ട്. Why this is very important? Because of the U hypothesis of women entry to the market forces. What is U hypothesis saying that? So women entry to the workforce is actually related to U hypothesis. എങ്ങനെയാണ് women entry to market നടക്കുന്നത്? For example, initial as the economy grow from agriculture to industry to service sector, ബേസിക്കലി എന്ത് ചെയ്യുന്നു, വിമന്റെ പാർട്ടിസിപ്പേഷൻ മാറും. ഫോർ എക്സാമ്പിൾ ഡ്യൂറിംഗ് ദ ടൈം ഓഫ് അഗ്രികൾച്ചർ സെക്ടർ, എക്കണോമി അഗ്രികൾച്ചർ സെക്ടറിൽ ഇരിക്കുമ്പോൾ വിമൻ പാർട്ടിസിപ്പേഷൻ വിൽ ബി വെരി ഹൈ. ബട്ട് ആസ് ദ എക്കണോമി മൂവ് ടുവേർഡ്സ് ഇൻഡസ്ട്രിയൽ സെക്ടർ, വിമൻ വിൽ സ്റ്റാർട്ട് വിത്ഡ്രോ ഫ്രം ദി ജോബ് പാർട്ടിസിപ്പേഷൻ. ഫീമെയിൽ ലേബർ ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ എന്ത് ചെയ്യും, വിമന്റെ കുറയും. ബട്ട് ഇൻഡസ്ട്രിയൽ സെക്ടറിൽ നിന്ന് വൺസ് ദി എക്കണോമി ഈസ് മൂവിംഗ് ടു സർവീസ് സെക്ടർ, അഗെയിൻ വിമൻ വിൽ എൻറ്റർ ഇൻ ടു ദി ഫീമെയിൽ ലേബർ ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ. സോ ദാറ്റ്സ് ഹൗ വിമൻ ആക്ച്വലി പാർട്ടിസിപ്പേഷൻ എന്ത് ചെയ്യുക, കൂടുക എന്നുള്ളത്. ഓക്കെ, സോ ദിസ് സ്കീം ഈസ് നോൺ ആസ് എന്താണ്, പ്രധാനമന്ത്രി സ്റ്റെം വെച്ചത് പ്രധാനമന്ത്രി എന്താണ്, ഗേൾസ് ഹോസ്റ്റൽ സ്കീമാണ്. ഓക്കെ, അപ്പൊ ഒരു ജില്ലയിൽ എന്താണ്, ഒരു ഗേൾസ് ഹോസ്റ്റൽ. ഓക്കെ, ക്ലിയർ? എനി ഡൗട്ട്സ്? ഓക്കെ, മനസ്സിലായോ? ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേ. സോ നെക്സ്റ്റ് ക്ലാസ് വിൽ ബി ഓൺ സാറ്റർഡേ. ഓക്കെ, സാറ്റർഡേ 2 o'clock we will meet. കുറച്ചുകൂടി ടോപ്പിക്കുകൾ ഡിസ്കസ് ചെയ്യാനുണ്ട്. വി ഹാവ് ടു ഡിസ്കസ് അബൌട്ട് ടാക്സേഷൻ റിഫോംസ്. ദർ ആർ ലോട്ട് ഓഫ് ന്യൂ ഇൻകം ടാക്സ് ആക്ട് 2025 came, so that we need to discuss, and also fiscal policy related schemes we need to discuss. So those schemes will be discussed in tomorrow's session. Not tomorrow, Saturday session. Okay, so next week onwards there will be 3 current affairs class at least, because we need to cover a lot of topics. So we have to, our idea is to target is to finish the current affairs by April 30. Okay, so to finish like that we need to improve, increase number of classes as well as increasing the hours of the class. Okay, so കുറച്ചുകൂടി എന്ത് ചെയ്യും, ഒരു 2 മണിക്കൂറിലേക്ക് ക്ലാസ്സസ് വരുന്ന പോലെ ആയിരിക്കും ഈ ക്ലാസ്സസ് ഉണ്ടാവുക. അതേപോലെ തന്നെ എന്ത് ചെയ്യും, ബേസിക്കലി ഇതിപ്പോ സ്കീം ആയതുകൊണ്ട് പെട്ടെന്ന് കുറേ ടോപ്പിക്, കുറേ ഫാക്ച്വൽ ഇൻഫർമേഷൻ ആണ്. അതുകൊണ്ട് നിങ്ങൾ റിവിഷൻ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ഓർമ്മ ഉണ്ടാവുള്ളൂ. റിവിഷൻ ചെയ്യാം. ബട്ട് ടുമോറോ വി വിൽ ഡിസ്കസ് ദി അതർ സ്കീംസ്. ഓക്കെ, ക്ലിയർ ആണല്ലോ? നോ ഡൗട്ട്സ്, റൈറ്റ്? ഓക്കെ, so thank you so much.
സാറേ സാർ സാർ